ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരിയുടെ പുതിയ വർത്തമാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വർത്തമാനങ്ങൾ കേൾക്കാൻ പോകുന്നത് കലാക്ഷേത്ര ജനാർദ്ദനൻ മാസ്റ്ററുടെ വർത്തമാനത്തിലേക്കാണ്. കല്ലടിക്കോടൻ ചിട്ടയുടെ പരമാചാര്യനായിരുന്ന ചന്തുപ്പണിക്കരാശാൻ്റെ രണ്ടാമത്തെ പുത്രൻ. അദ്ദേഹം കഥകളി പഠിക്കണം എന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം തൻ്റെ അച്ഛനും ഗുരുനാഥനും ആവുമായിരുന്ന ചന്തുപ്പണിക്കരാശാൻ്റെ ശിക്ഷയും പേടിച്ച് ആണ് അദ്ദേഹം അതിൽ നിന്ന് മടിച്ചു നിന്നത്. അത്ര കഠിനമായിരുന്നു അച്ഛൻ്റെ ചന്തുപ്പണിക്കരാശാൻ്റെ ശിക്ഷ എന്ന് അദ്ദേഹം തന്നെ നമ്മോട് പറയുന്നുണ്ട്. എങ്ങനെയാലും ആ ഗുരുനാഥൻ്റെ കീഴിൽ തന്നെ നിരവധി കാലം കഥകളി അഭ്യസിച്ച ആ ഓർമ്മകൾ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. പത്മഭൂഷൺ ധനഞ്ജയ സാറിൻ്റെ ജൂനിയറായാണ് അദ്ദേഹം കലാക്ഷേത്രത്തിൽ കഥകളി പഠനം ആരംഭിക്കുന്നത്. കല്ലടിക്കോടൻ ചിട്ടയുടെ കണിശമാർന്ന അഭ്യസനം ആണ് ചന്തുപ്പണിക്കരാശാൻ്റെ പ്രത്യേകത. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിരുന്നില്ല എന്നത് ജനാർദ്ദൻ മാസ്റ്റർ നമ്മോട് പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം കലാമണ്ഡലം കൃഷ്ണനാരാശാൻ്റെ അടുക്കൽ 2 വർഷക്കാലം തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം കലാക്ഷേത്രത്തിലെ അധ്യാപകനാവുകയും നീണ്ട വർഷങ്ങൾ 60 വർഷത്തോളം അദ്ദേഹം കലാക്ഷേത്രത്തിൽ അധ്യാപനം ചെയ്യുകയും ചെയ്തത്. രുക്മിണി അരുന്തേലിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആയിരുന്നു ജനാർദ്ദൻ സാറ്. അവരുള്ള കാലത്ത് ഏകദേശം 26ഓളം നൃത്തനാടകങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തി രംഗത്ത് പല കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മോട് പറയുന്നുണ്ട്. അവരോടൊപ്പം യാത്ര ചെയ്ത റഷ്യൻ യാത്രയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നുണ്ട്. കല്ലടിക്കോടൻ ചിട്ടയുടെ വായ്ത്താരികളും അതിൻ്റെ മുദ്രകളും അതിൻ്റെ ചുവടുകളും കപ്ലിങ്ങാടൻ ചിട്ടയോടുകൂടി എങ്ങനെ സാമ്യമുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിൽ നിന്ന് രണ്ടും സ്വാംശീകരിച്ച കല്ലുഴിച്ചിട്ടയാണ് ഇന്ന് മലബാറിൽ നിലനിൽക്കുന്ന കഥകളിയുടെ കല്ലുഴിച്ചിട്ട എന്ന് അദ്ദേഹം ഓർക്കുമ്പോഴും കഥകളിയിൽ ഇങ്ങനെ ശൈലീഭേദങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. കഥകളി ഒന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എങ്ങനെയും വളരെ ഒരു കഥകളി കലാകാരൻ, ഒരു നൃത്ത കലാകാരൻ, ഒരു അഭിനേതാവ്, മുദ്ര കൊണ്ട് ആംഗ്യങ്ങളെ കൊണ്ട് തൻ്റെ ഭാഷയെ സംവദിക്കുന്ന ഒരു കലാകാരൻ എങ്ങനെ ആയിരിക്കണം എന്നത് വളരെ വ്യക്തമായി ജനാർദ്ദൻ സാർ നമ്മോട് പറയുന്നുണ്ട്. അതായത് കൃഷ്ണനാരാശാൻ പറയുകയുണ്ടായ ഒരു ഓർമ്മയാണ് ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കിവിടെ പറയാൻ തോന്നുന്നത്. കൃഷ്ണനാരാശാൻ്റെ താമര എന്ന മുദ്രയ്ക്ക്
ഓരോ മുദ്രയ്ക്കും അതിൻ്റേതായ പൂർണ്ണമായ ഭാവങ്ങളുണ്ട് എന്നറിയാം. കൃഷ്ണനാരായണ കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ കൃഷ്ണനാരായണ താമര എന്ന മുദ്ര കാണിക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് താമര വിടരുന്നതിനനുസരിച്ച് അതിൽ വാസനയുണ്ടാകുന്നത് എന്ന് മുഖം കൊണ്ട് അദ്ദേഹം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്ര കണ്ട് മുഴുകിയിരിക്കണം തൻ്റെ പ്രവൃത്തിയിൽ എന്നാണ് അദ്ദേഹം അതിലൂടെ അർത്ഥമാക്കുന്നത്. കലാമണ്ഡലം കൃഷ്ണനാരായണൻ തന്നെ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നു. കൃഷ്ണനാരായണൻ കാണുന്നത് പിൽക്കാല കഥകളി നടനെ കലാമണ്ഡലം ഗോപിയിലൂടെയാണ് എന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞതായും അദ്ദേഹം ഇവിടെ ഓർക്കുന്നുണ്ട്. എങ്ങനെയായാലും അപൂർവമായി എനിക്ക് ലഭിച്ച ഒരു സൗഭാഗ്യമാണ് ഇദ്ദേഹത്തോടൊത്ത് ഒന്നിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ എനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചു എന്നത്. മദ്രാസിൽ സ്ഥിര താമസമായ ജനാർദ്ദൻ സാറേ ഞാൻ നിരവധി കാലത്തെ പരിചയവും അരങ്ങ് പഴക്കവുമുള്ള ആളാണ്. ഒരുപക്ഷെ 78, 80 അല്ലെങ്കിൽ ആ കാലം മുതൽ തന്നെ പരിചയമുണ്ട്, 45 വർഷത്തിലധികം. പക്ഷേ ഇത്തരം ഒരു ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന് ഞാൻ അല്പം പോലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയൊരു സംസാരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് സന്തോഷമോ മറ്റെന്തെങ്കിലും തോന്നലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. നല്ല ഒരു നൃത്ത ആചാര്യൻ, നല്ലൊരു അഭിനേതാവ്, സൗമ്യശീലനായ ഒരു വ്യക്തി, തൻ്റെ ഉള്ളിലുള്ള തനിക്കറിയുന്ന കഴിവുകൾ ആരോടും പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത ഒരു വ്യക്തി. ഒരുപക്ഷെ നൃത്തലോകത്ത് അല്ലെങ്കിൽ അഭിനയ ലോകത്ത് അത്യുന്നതങ്ങളായ ബഹുമതികൾ പലതും ലഭിക്കേണ്ടതായ വ്യക്തി കൂടിയാണ് ജനാർദ്ദൻ സാറ്. പല ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. അങ്ങനെ ഒരു കലാകാരനെ ഇതിലേക്ക് ലഭിച്ചത് ഞാൻ അതിൽ തീരാത്ത കടപ്പാട് അദ്ദേഹത്തോടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോടുള്ള കടപ്പാട് എൻ്റെ ഈ വാക്കിലൂടെ ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ഈ നല്ല ഒരു സംസാരത്തിലേക്ക്, വർത്തമാനത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം ജനാർദ്ദൻ സാർ. അങ്ങയുടെ ഈ കലയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ അങ്ങയോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ധാരാളം കാലത്തെ, ഒട്ടനവധി കാലത്തെ കഥകളിയും നൃത്തവും ഡാൻസ് ഡ്രാമയൊക്കെ ആയിട്ട് അങ്ങേക്ക് ധാരാളം ബന്ധമുണ്ട്. നിരവധി ആചാര്യന്മാരുടെ ഒപ്പം പ്രവർത്തിച്ച അനുഭവങ്ങളുണ്ട്. നിരവധി കലാകാരന്മാർ, വിവിധ മേഖലയിലുള്ള കലാകാരന്മാരെ യുടെ സൗഹൃദം, അവരുമായി പരിചയപ്പെട്ടത്, അവരുമായി അരങ്ങ് പങ്കിട്ടത് ഒക്കെ അനുഭവങ്ങൾ ധാരാളമുണ്ട്. രുക്മിണി ദേവി അരുന്തേലിൻ്റെ ഈ മഹാസ്ഥാപനത്തിൽ അങ്ങ് നിരവധി കാലം ഈ കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതത്തെക്കുറിച്ച് ഒരു ചെറിയ ഓർമ്മ എനിക്കുമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ കലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വടക്കൻ മലബാറിൽ നിന്ന് കഥകളിയുടെ തനതായ ശൈലി സ്വാംശീകരിച്ചുകൊണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് കലാക്ഷേത്രത്തിൽ ഈ കഥകളിയുടെ ആ ചിട്ട അതേപോലെ അങ്ങ് ഡോക്യുമെൻറ്റേഷൻ ചെയ്തത്. അപ്പോൾ ഇപ്പോഴും ആ കലയെ കൊണ്ടുകിടക്കുന്ന അങ്ങയുടെ വിവരങ്ങൾ സഹൃദയർക്ക്, കലാകാരന്മാർക്ക്, കലാസ്നേഹികൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങയുടെ പാരമ്പര്യം മുതൽ, അങ്ങയുടെ കുട്ടിക്കാലത്തെ കഥകളി പഠനം മുതൽ ഒന്ന് ഓർത്തെടുത്താൽ വളരെ സന്തോഷം. അതിനായി അങ്ങയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം ആശാൻ. എന്നെ ഇങ്ങനെ ഒരു എൻ്റെ കലാ പാരമ്പര്യത്തെപ്പറ്റി സംസാരിക്കാൻ ആശാൻ എന്നെ ഒരു ഉടമപ്പെടുത്തിയതിൽ എനിക്ക് വളരെ സന്തോഷപ്പെട്ടു. പക്ഷേ ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഞാനൊരു വലിയൊരു കലാകാരൻ, എൻ്റെ അച്ഛൻ ആചാര്യൻ, കഥകളി ആചാര്യൻ ചന്തുപ്പണിക്കരാശാൻ എൻ്റെ
എൻ്റെ രണ്ടാമത്തെ പുത്രനെ ഞാൻ ജനിച്ചു. എൻ്റെ അമ്മ കാർത്തിയായനി അമ്മ. ഞാൻ വടക്കേ മലബാർ പയ്യന്നൂർ കണ്ണൂർ ഇതിലെ അടുത്ത് ഏഴിമല എന്നൊരു ചെറിയൊരു കുഗ്രാമം, അതിൽ ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ 2 സഹോദരന്മാരും. അതിലെൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കലയിൽ കല നല്ലോണം ആസ്വാദിക്കും, പക്ഷേ കലയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ 1957 അവിടെ എൻ്റെ 8th സ്റ്റാൻഡേർഡ്, അത് ESLC എന്ന് പറയും, അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ സ്കൂൾ ഹെഡ് മാസ്റ്ററായ ഗോപാലൻ മാസ്റ്റർ എന്ന് പറയും, അദ്ദേഹം പറഞ്ഞോളെ ജനാർദ്ദന, നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛൻ അവിടെ തന്നെ കൂടെ തന്നെ പോയി അവിടെ പഠിക്കണം എന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് സാറേ ഒന്നും അറിയില്ല, എനിക്ക് ഒന്നും അറിയേണ്ട, അച്ഛൻ എല്ലാം പഠിപ്പിച്ചു തരും, അച്ഛൻ വരട്ടെ, ഞങ്ങളൊക്കെ വന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛൻ ലീവിൽ വന്ന സമയത്ത് ഇവർ ഒരു 4-5 അധ്യാപകന്മാർ, എനിക്ക് വേണ്ടപ്പെട്ട അധ്യാപകന്മാർ, എൻ്റെ ഗുരുക്കന്മാരും തന്നെ പറയും, അവരൊക്കെ വന്ന് അച്ഛനെ കണ്ട് എന്തൊക്കെ വരാനുള്ള ഒരു വളരെ സന്തോഷം കാണാറില്ല, പണിക്കരെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഗോപാലൻ മാസ്റ്റർ പറഞ്ഞു, എൻ്റെ ഹെഡ് മാസ്റ്റർ. കൂടെ എന്നെ ആ വർഷത്തെ ഈ വാർഷികോത്സവത്തിന് കലാപരിപാടിയിൽ എനിക്കും ഒരു ഭാഗമുണ്ടായിരുന്നു. അതിൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് പരമേശ്വരൻ നമ്പൂതിരി, എൻ്റെ സയൻസ് ടീച്ചറായിരുന്നു. എന്നെ വളരെ ഇഷ്ടമായിരുന്നു. എനിക്കും അദ്ദേഹത്തോട് വലിയ ഒരു ബഹുമാനവും പറയാനാകാത്ത ഒരു സ്നേഹമുണ്ടായിരുന്നു. അതെന്തെന്ന് എനിക്ക് പറയാനില്ല, മുൻ ജന്മഭാസനയായിരിക്കും പക്ഷേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനാർദ്ദന, നീ ഇപ്രാവശ്യം കലോത്സവത്തിൽ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, അതെനിക്ക് ഫലിപ്പിച്ച് തരണം, ഒരു കാവ്യമാക്കി തീർക്കണം. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത് സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതി തരാം, അപ്പോൾ അത് നീ മനപ്പാഠം ചെയ്യണം. ഞാൻ സ്കൂൾ സ്കൂൾ സമയം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ എനിക്ക് വേണ്ടി ചിലവഴിക്കണം. ഞാൻ അമ്മയോട് പെർമിഷൻ മേടിക്കാം. അച്ഛൻ ഇവിടെയായിരുന്നു, അമ്മ അവിടെ ജ്യേഷ്ഠൻ സ്കൂളിൽ. അപ്പോൾ അയാൾ പറഞ്ഞ പ്രകാരം അമ്മ സമ്മതിച്ചു. ഞങ്ങളുടെ മഹാഭാഗ്യം സാർ ചെയ്തതെന്ന് പറഞ്ഞ് എനിക്കൊരു കഥാപ്രസംഗം എഴുതി തന്നു. അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ വരും. ഒരു കർഷകൻ്റെ ഒരു കഥയായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം എനിക്ക് പഠിപ്പിച്ച വിധം എനിക്ക് ഇന്നും മനസ്സിലായതുകൊണ്ട് ഒരു 2 വരി മാത്രം പറയാം. കരുണരസം കരകവിയും കഥ പറയാം, പക്ഷേ കരളുരുകി കരയരുതിന്നാരും. ഇതായത് തുടക്കം. ഇങ്ങനെ ഞാൻ മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല ആ സമയത്ത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. പിന്നെ അതിൻ്റെ സ്റ്റോറി തുടങ്ങി. ആരേ പോയ പുകിൽക്കേ പാടത്തരുമയോടാരിയൻ വിത്തിട്ടു, തടയുമാട്ടി തളരാതെ കരിനീട്ടി വലിക്കുമേലുള്ളൊപ്പം, എണ്ണമെനു പാലല്ലോ ഇത് ചൂട് കൊണ്ട് വേർത്തൊഴിക്കുന്ന എണ്ണയല്ലാതെ സൂര്യത്തിൻ്റെ ആ ഒരു ആഘാതം കൊണ്ട് വേർക്കാണ് ആ കർഷകൻ്റെ ഒരു കഷ്ടപ്പാട്. അങ്ങനെ ആ കഥ അങ്ങനെ പോയിക്കൊണ്ട് 1.5 മണിക്കൂർ. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല സാർ, ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയാണ് നന്നായി എന്താ ഒരു മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല, അങ്ങനെ എന്നെ കൂടി ഇരുന്ന് ഒരു 1.5 മാസം പഠിപ്പിച്ചത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ അറിയാതെ തന്നെ ഗുരു മുൻപിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നോക്കി തന്നെ കൃഷ്ണാർപ്പണമസ്തു ഗുരുവിനോട് എല്ലാം അർപ്പിച്ച് ഞാനത് ചെയ്തു. ഒരു ചെറിയ മുണ്ടുടുത്ത് ഒരു ചെറിയ ജുബ്ബയൊക്കെ ഇട്ടിട്ട് എനിക്ക് തന്നു, കയ്യിലൊരു ചിലമ്പൊക്കെ തന്ന് ഓർക്കസ്ട്ര ഉണ്ടാക്കുന്നത് എനിക്കൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പാടി, അവരെന്നോട് ചേർന്നു. ആ കഥാപ്രസംഗം അങ്ങനെ സുഖമായി കഴിച്ചു. അതായിരുന്നു ആദ്യ ചുവട് എനിക്ക് ഈ കലാലോകത്തേക്ക്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു എൻ്റെ ടീച്ചേഴ്സെല്ലാം വന്ന് അച്ഛനെ കാണാനുള്ള ഒരു സന്ദർഭം എന്നോട് ചോദിച്ചു, അച്ഛൻ വന്നാൽ എന്നോട് പറഞ്ഞു. അച്ഛനത് തിരെ ഇഷ്ടപ്പെട്ടില്ല, നിരസിച്ചു. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു പോകില്ല, ചെറുപ്പമാണ് അവന്. എനിക്ക് കിട്ടിയ അഭ്യാസം മറ്റുള്ളവർക്ക് ഞാൻ അഭ്യസിപ്പിച്ച പ്രകാരത്തിൽ അവനെ കലാക്ഷത്തിൽ വെച്ച് പഠിപ്പിക്കാൻ സാധിക്കില്ല. എനിക്കങ്ങനെ അടിക്കാതെ കൊണ്ട് ശിക്ഷിക്കാണ്ടോ ആരായാലും പഠിക്കാൻ പറ്റില്ല. അത് എൻ്റെതാണ്. എല്ലാം ചന്തുപണിക്കർ എങ്ങനെയാലും അവന് ഈ കലയോടുള്ള മമത ഇല്ലെന്ന് നമ്മൾക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കറിയാം അവന്
നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകണം. എന്നിട്ട് അവർ തന്നെ എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ട് അച്ഛൻ്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഒരു കത്ത് ശങ്കരമേനോൻ, അത് മലയാളത്തിൽ, അത് രുക്മിണിമയ്ക്ക് വായിച്ച് കേൾപ്പിക്കണമെന്ന് ഒരു കത്ത് ഇവരെ എല്ലാം ഡിക്റ്റേറ്റ് ചെയ്തു. ഇവിടെ ഒരു ബ്രഹ്മ സൃഷ്ടിയിൽ ഒരു വ്യത്യാസം, ഒരു ഇതില്ലാത്തൊരു കുട്ടിയുണ്ട് ഇവിടെ, ആ കുട്ടിക്ക് നിങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു കത്ത് കൊടുത്ത് ശങ്കരമേനോൻ മലയാളിയാണ്, വായിച്ചു കൊടുത്തു. അച്ഛൻ്റെ ലീവ് കഴിഞ്ഞു ഇവിടത്തേക്ക് വന്നു. ചന്തു പണിക്കരാശ നിങ്ങൾ കൊണ്ടുവന്നില്ല, കുട്ടിയെ കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ കൊണ്ടുവരണമെന്ന് ഇവിടുന്ന് ലെറ്റർ വന്നിരുന്നില്ലല്ലോ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിൽ കൂടി ഞങ്ങൾക്കൊന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് മുമ്പിലായിരുന്നു ധനഞ്ജനും ബാലഗോപാലും ഇവിടെ വന്നത്. 2 കുട്ടികളെ വേണം രാമായണത്തിന്, രാമലക്ഷ്മണന് ചെയ്യാൻ വേണ്ടി ചെറിയ കുട്ടികളെ ആശാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞാൻ വരുന്നതിന് 2 വർഷം മുമ്പ് അവരെ 53 അവരെ കൂട്ടിക്കൊണ്ടുവന്നു ഇവിടത്തേക്ക്. അപ്പോൾ അമ്മ എന്നെ പറഞ്ഞു, നിങ്ങൾ പുറത്തിലെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുന്നു, നിങ്ങളെ പുത്രനായിട്ട് 2 പുത്രന്മാരെ 2 ആൾക്കാരുണ്ട്, ഏതെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ട് പോകാൻ പാടില്ലേ ചോദിച്ചു. എൻ്റെ സ്വന്തം കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാൻ അവർക്ക് പെർമിഷനില്ല, അത് ഞാൻ കൊണ്ട് ചെയ്യില്ല. അവർക്ക് വേണ്ടപ്പെട്ട ഞാൻ എല്ലാവരെയും കണ്ട് അന്വേഷിച്ച് കുട്ടികളെ കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവാണ്. അതിൽ ഞാനത് എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരസിക്കരുത്. അപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞു അങ്ങനെ ഇഷ്ടപ്പെട്ട, അന്നും പറഞ്ഞില്ല എൻ്റെ മകനാണെന്ന് അച്ഛൻ പറഞ്ഞില്ല. ശരി. കാരണം അച്ഛന് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള വഴിയില്ല, അന്നത്തെ തുച്ഛമായ ശമ്പളമാണ്. പക്ഷെ വാർദ്ധക്യത്തിൽ കിട്ടുന്നതിന് ഒരു അനുഗ്രഹമാണ് അല്ലെന്നതിന്. അപ്പോൾ അത് വെച്ചിട്ട് എന്താ ഞങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ അവനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് എനിക്കൊരു 25 രൂപ ആ സമയത്ത് ഉടനെ പുറപ്പെടണ ഒരു മെസ്സേജ് വന്നിട്ട് ടെലഗ്രാം വന്നു. അങ്ങനെ 1958 ജൂലൈയിൽ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട ഓർമ്മയുണ്ട്. 58 ശരി. അവിടുന്ന് പുറപ്പെട്ടു തനിച്ച് വന്നു. അത് റിസർവേഷനൊന്നുമില്ല, ഇരുന്ന് മുഷിയണം, സീറ്റില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഓരത്തിങ്ങനെ ഇരുന്ന് കക്കൂസിൻ്റെ അടുത്ത് ഇരുന്ന് കാലൊക്കെ വീങ്ങിപ്പോയി. അമ്മ കുറച്ച് പൊതിച്ചോതൊക്കെ തന്നിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം. അത് തുറക്കാനും പറ്റില്ല, കഴിച്ചത് ഒന്ന് പേടി. ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് അമ്മയെ വീട്ടിൽ പോകുന്നത്. അത്രയും എനിക്ക് മാതൃവാത്സല്യം എനിക്ക്, അമ്മയ്ക്ക് എന്നോട് വല്ലാത്തൊരു വാത്സല്യമായിരുന്നു, അമ്മയ്ക്കും ഇഷ്ടപ്പെടില്ല. ഏതായാലും അച്ഛൻ പറഞ്ഞതല്ലേ, അച്ഛനുള്ളിൽ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടുത്തെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുഞ്ഞിരാമൻ അമ്പുപണിക്കരാശാൻ്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം. അച്ഛൻ ചന്തുപണിക്കർ, അമ്പുപണിക്കർ, ചിണ്ടപ്പണിക്കർ, ഇവരായിരുന്നു ത്രിമൂർത്തികൾ. അല്ല 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 വേറെ വേറെ. അവർ അമ്പു, ചന്തു, ചിണ്ടൻ. ഈ പണിക്കർ സ്ഥാനം കിട്ടിയതെല്ലാം അവിടെ നാട്ടിൽ വെച്ച് ആദ്യത്തെ അച്ഛൻ്റെ കളിയോഗത്തിലാണ്. അത് നിങ്ങൾ അതിൽ കിട്ടും. അക്കാലത്ത് കൃഷ്ണനരസൻ കഥകളി പഠനം അന്നത്തെ ഇല്ല, പിന്നീടൊക്കെ കഴിഞ്ഞ് കുറേ വാരണക്കോട്ടയിലത്ത് വന്നതിന് ശേഷമാണ് കൃഷ്ണനരസനെ കാണുന്നത്. ഇങ്ങനെ പശുക്കളൊക്കെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു സൗമ്യമായ ഒരു ചെറിയൊരു ആൺകുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു, അടുത്ത് ചെന്ന് ചോദിച്ചു, താൻ എവിടെയാണ് കുട്ടിയെന്ന് വെച്ചു. ഞാൻ അടുത്ത് തന്നെയാണത്. എന്താ വീട്? പുതിയടത്താണ് വീട് പറഞ്ഞു. അടുത്ത് തന്നെയാണ്. അപ്പോൾ മുത്തശ്ശി മാത്രമുണ്ട് അവിടെ, അവിടെ ആരുമില്ല. അവിടെ ഇവിടത്തേക്ക് വരാൻ ഞാൻ വന്ന് അയച്ചു. അവിടെ വന്ന് രുക്മിണിയമ്മ എനിക്ക് കലാക്ഷത്തിൽ നിന്ന് ഒരു 25 രൂപ ഒരു TM ആയിട്ട് ടെലഗ്രാം മണിയായിട്ട് വന്നിട്ട് ഒരു ഇത് വന്നു. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി നിന്ന്. അപ്പോൾ എനിക്ക്, ഞാൻ അമ്മയെ വിട്ട് എവിടെയും പോയിട്ടില്ല. അമ്മയോട് അത്രയും എനിക്കൊരു സ്നേഹമായിരുന്നു. അപ്പോൾ നന്നായി എന്നെ വളർത്തി, നല്ല ശാപ്പാടൊക്കെ നല്ല വയറും ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് പറയുന്നത് തന്നെ പേടിയാണ്. ഒരു സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഒരു മാൻകുട്ടി പോകുന്ന മാതിരി എനിക്ക് ഒരു കാലത്ത് അച്ഛൻ ഭയങ്കര പേടിയായിരുന്നു. അവിടെ ഒന്നും ഞാൻ പഠിക്കാത്ത സമയത്ത് തന്നെ വളരെ സ്ട്രിക്റ്റായിരുന്നു. കാലത്ത് നേരത്തെ എണീക്കണം, എന്താണ് വെച്ചാൽ ചെയ്യണം, ഉറങ്ങിക്കൊണ്ടിരിക്കാണ്ട് വളരെ കൃത്യനിഷ്ഠയോടുകൂടി. അക്കാലത്ത് കഥകളി പഠിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂടി? അവിടെ ആരുമില്ല. അവിടെ ഇല്ല. ഞാൻ കഥകളി കാണാൻ പോകാറുണ്ട്, ഇഷ്ടമായിരുന്നു. എവിടെയെങ്കിലും ദൂരത്തുണ്ട് ചെണ്ടയൊക്കെ മേളം കേൾക്കുമ്പോൾ പോകുന്നത് വളരെ ഇഷ്ടമാണ്. രാത്രി പോയി കാലത്തൊക്കെ കഴിഞ്ഞിട്ടേ വരുമല്ലോ ഇത്. അപ്പോൾ ഇവിടെ വന്ന ഉടനെ അച്ഛനടുത്താൽ പോകുന്നു പറഞ്ഞാൽ എല്ലാവരും പറയും അയാൾ പഠിപ്പിക്കുന്നൊരു നല്ല ഒരു ഇതാണ്, പക്ഷേ എങ്ങനെയാണ് പെരുമാറുന്ന അറിയില്ല. എനിക്ക് കുറച്ച് പേടിയാണ് അച്ഛനടുത്ത് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ ഇരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് വളരെ പേടിയായിരുന്നു. അപ്പോൾ വന്ന ഉടനെ എനിക്ക് രുക്മിണിയമ്മ പറഞ്ഞു, അവന് ആശാൻ്റെ കൂടെ വേണ്ട, കുട്ടികളുടെ കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു.
അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു എപ്പോഴും അച്ഛനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, അച്ഛന് വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് ഇരിക്കണം. എനിക്ക് ഇരിക്കാനും പേടിയാണ്. ഇപ്പം സ്വന്തം തനിച്ചാക്കി പോകുന്നതും പേടിയുണ്ട്. അമ്മയോട് ഞാൻ എന്ത് പറയും നല്ലൊരൊക്കെ ഉണ്ട് വേണ്ടത് വെക്കുമല്ലോ. അപ്പോൾ കുഞ്ഞിരാമൻ, ധനഞ്ജൻ, ബാലഗോപാൽ ഇങ്ങനെ എൻ്റെ കൂടെയുള്ള എൻ്റെ സീനിയേഴ്സാണ്. അമ്പപ്പണിക്കർ അച്ഛൻ ആണ് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോഴില്ല, മരിച്ചുപോയത്. അമ്പപ്പണിക്കർ പോയതിന് ശേഷം അച്ഛനോട് വന്നതിന് ശേഷം അമ്പപ്പണിക്കരുടെ മകനുണ്ട്, അയാളെ കൂട്ടിക്കൊണ്ടുവരണം പറഞ്ഞിട്ട് അച്ഛൻ രുക്മിണിയോട് പറഞ്ഞിട്ട് സ്കോളർഷിപ്പിൽ അദ്ദേഹത്തിനെ വരുത്തിച്ചിരുന്നു. അതായത് ആദ്യത്തെ ശിക്ഷനായിരുന്നു അത്. പിന്നീട് ഗോളിയർ എന്നൊരു ആളുണ്ടായിരുന്നു, ശങ്കർ ഹോംബാൾ എന്ന് പറഞ്ഞിട്ട്, കഥകളി പഠിക്കും, ഭരതനാട്യം. പിന്നെ മായാധാര എഴുത്ത്, അത് ഒഡീസി ഡാൻസറാണ്, ഒഡീസി. അങ്ങനെ ദയാനന്ദൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് അയാളൊരു കൊങ്കണിയായിരുന്നു. ഇവരൊക്കെയായിരുന്നു ആദ്യ ശിഷ്യർ. പിന്നെ ഗേൾസൊക്കെ, പെൺകുട്ടികളൊക്കെ പഠിക്കും. രുക്മിണിയമ്മ തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അമ്പപ്പണിക്കരാശാനായിട്ട് കൊടുത്ത് പഠിച്ചു. പിന്നെ അതിനുശേഷം കണ്ടിന്യൂ ചെയ്തു. പിന്നെ ശാരദ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും മരിച്ചുപോയി അമേരിക്കയിൽ വെച്ച്. അവർ മറ്റുള്ള ലേഡീസൊക്കെ, ഫീമെയിൽ ടീച്ചേഴ്സൊക്കെ കഥകളിയും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ണ് സാധകം, മുദ്രയുടെ ഒരു വടിവം കണ്ടിട്ട് അത് ഈ സമ്പ്രദായം നിങ്ങൾ പഠിക്കണം. അമ്പപ്പണിക്കടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മുദ്രയ്ക്ക് ഉള്ള ഒരു മഹത്വം, ഒരു ഭാഷയാണ്. കൈ മുദ്ര എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അത് നമ്മുടെ ഒരു ഭാഷയാണത്. സോ ആസേന ആലംബയത് ഗീതം ഹസ്യേന അർത്ഥം പ്രദർശയത് ചക്ഷുർഭ്യാം ദർശയത് ഭാവം പാദാഭ്യാം താളമാചരയത്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് പ്രകാരം കൃത്യമായി ചെയ്യുന്നതാണ്. കണ്ണ് കൈ പോകുന്നത് കയ്യിലുള്ള ഇടത്തേക്ക് എത്തണം അത്. അപ്പോൾ അത് വെറുതെ പോയി കണ്ണ് അവിടെയുണ്ട്, കൈ അവിടെയുണ്ട്, കണ്ണ് ഇവിടെ നിന്നാൽ പോരാ. അങ്ങനെ കൃത്യനിഷ്ഠയോടു കൂടി കുടിച്ച ഒരു സമ്പ്രദായം അച്ഛൻ അതേപോലെ തന്നെ ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചത് ആ സമ്പ്രദായം തന്നെയാണ്. അമ്പപ്പണിക്കരെ കലാമണ്ഡലത്തിൽ വെച്ചിട്ട് കണ്ടതിന് ശേഷമാണ് അമ്മ ഈ സമ്പ്രദായം എനിക്ക് കിട്ടിയ തിരക്കേടില്ല എന്ന് പറഞ്ഞാൽ അത്ര ശുദ്ധമായിരുന്നു, അംഗശുദ്ധം. കൈ ഗോഷ്ഠിയില്ലാതെ കണ്ട് ഒരു ക്ലാരിറ്റി ഒരു മുദ്രക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ സമ്പ്രദായം നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പിന്നെ ഈ നമ്മുടെ വെള്ളത്തോട് ആശാനെ സംബന്ധിച്ച് എനിക്ക് ആശാനെ വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട് വിട്ടുതരാൻ എനിക്ക് വേറെ ആ സമ്പ്രദായത്തിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്തായിരുന്നു അമ്പപ്പണിക്കരാശാൻ പകുതി പുറപ്പാട് ചിട്ടപ്പെടുത്തി അവിടുന്ന് വെച്ചിട്ട്. ഈ പകുതി കൃഷ്ണൻ പുറപ്പാട് എന്ന് പറഞ്ഞാൽ എൻ്റെ പരിപാടി, കൃഷ്ണൻ പുറപ്പാട് എന്ന് പറയാം, പകുതി പുറപ്പാട് അവിടെ വെച്ച് ചിട്ടപ്പെടുത്തിയത്. കൃഷ്ണൻ പുറപ്പാട് പേരുണ്ട് അല്ലേ? കൃഷ്ണ പുറപ്പാടാണത്. അത് പകുതി പുറപ്പാട് ഇപ്പോൾ എന്ന് പറയുന്നത് കാലികളും. അപ്പോൾ അതെല്ലാം ഞാൻ വരാതെ. അപ്പോൾ അങ്ങനെ ഇല്ല, ഒരു ആളെ വിടാൻ വേണ്ടി അമ്മയ്ക്ക് അദ്ദേഹത്തിന് കവിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ചോദിക്കുന്നതാണ് രുക്മിണി ദേവി. അത് നമ്മൾക്ക് ചെയ്തിട്ടുള്ള തെറ്റായി തീർന്നു, അദ്ദേഹത്തിന് അയച്ചു. അതിന് മുമ്പേ കലാക്ഷേത്രത്തിൽ കഥകളി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട്, അച്ഛൻ്റെ ഒരു പൂർവ്വ ശിഷ്യൻ, ഒരു അയാളുടെ പേര് അടുക്കാടത്ത് കൃഷ്ണനായർ എന്ന് പറഞ്ഞിട്ട്, വടക്കേ മലബാറിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യത്തെ പെണ്ണ് പഠിച്ചത്. അയാൾ പിന്നീട് ബോംബെയിൽ പോയി അനുജൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് പിന്നീട് തിരിച്ചു പോകുമായിരുന്നു നാട്ടിലേക്ക്. അപ്പോൾ കലാക്ഷേത്രം കേട്ടിട്ടുണ്ട് പറഞ്ഞ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. ഇതൊക്കെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ കഥകളി പഠിച്ചിരിക്കുന്നു ഗുരുചന്ദ് പണിക്കരാശാൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഇവിടെ വല്ലതും എനിക്ക് ജോലി എടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വെച്ചു, അയാളെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിന് പാദഭേദങ്ങൾ, പിന്നെ അടവുകൾ, പിന്നെ ചൊഴിപ്പ്, ഇതൊക്കെ പറഞ്ഞു, മുദ്രകൾ, ഇതൊക്കെ പറഞ്ഞില്ല. കഥകളിക്ക് ചെണ്ടയുണ്ട്, പാട്ടുണ്ട്, മദ്ദളമുണ്ട്, ഇതൊന്നും ഒന്നും പറഞ്ഞില്ല അയാൾ. അങ്ങനെ ഇത് മാത്രം കൊടുത്ത് കുറച്ച് കാലം കുറച്ച്, പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന അടവുകൾ, ഇതൊക്കെ കാൽസാധകം, ഇതൊക്കെ പെൺകുട്ടികൾ ചിലപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ഈ സമ്പ്രദായം നമ്മൾക്ക് കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു നാട്യനാടകം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ അതിൽ കഥകളി ഉണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ തോന്നിയിരിക്കുക എല്ലാവരും രാമായണം ചെയ്താൽ എന്താ, വാൽമീകി രാമായണം, അത് നമ്മൾക്ക് പുരുഷന്മാർ കുറേ വേണം, കുട്ടികൾ വേണം. അപ്പോൾ അതിനെ തേടിക്കൊണ്ട് പോയി അവിടെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിൻ്റെ അമ്പപ്പണിക്കരാശം അന്നത്തെ ആശാൻ ഈ ശൈലി തന്നെ താരതമ്യപ്പെടുത്തി നോക്കാൻ നമുക്ക് പറ്റിയത്. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് അയച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ മനസ്സോടുകൂടി അമ്പപ്പണിക്കരാശൻ ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന ശേഷം അയാൾ വളരെ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു ആശാനായി തീർന്നു. ഭക്തിയുണ്ട് എങ്കിലും എല്ലാവരോടും നല്ല സംസാരിക്കും. കൈമുദ്രകൾ നല്ല ചിട്ട്, എവിടെ തുടങ്ങണം, നെഞ്ഞോട് പിടിച്ച് ആ നെഞ്ഞിൽ നിന്ന് നമ്മൾ കുരിശാൻ തള്ളി തന്നെ മുദ്രകളൊക്കെ പിടിക്കണം. എങ്കിലും മാത്രമേ അത് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ നമ്മൾക്ക്.
പഠിത്തത്തിൽ ചെയ്യുന്നത് അത് ഇത് നമ്മൾ കൂത്തിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, കൂടിയാട്ടം ചെയ്യുന്നുണ്ട്. അതിനോട് കാണാൻ അതിന് കുറച്ച് വിപുലമായി കാണിക്കണം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചിട്ടപ്പെടുത്തുന്ന ഒരു കളിയാണ്. അപ്പോൾ ആശാൻ പറഞ്ഞു കൊടുത്തു, രുക്മിണിക്കാണൊക്കെ ചെയ്തിരുന്നു, പറഞ്ഞു കൊടുത്തിട്ട് രുക്മിണി സ്വയംവരം ചെയ്ത് കൊടുത്തു. ഭാഗവതന്മാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കളിയൊക്കെ ചെയ്തു. 1-2 ചെയ്തിട്ടുള്ളൂ. പിന്നീട് അയാൾക്ക് അസുഖം ബാധിച്ചു. ആ സമയത്താണ് 1948 അതിന് നിങ്ങൾ പോവുകയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ സമ്പ്രദായത്തിലുള്ള ഒരു ആചാര്യനെ ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മാതിരി ഒരാൾ വേണിച്ച് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു ഞങ്ങൾ 3 ആൾക്കാരാണ്. ഒന്ന് ചിണ്ടപ്പണിക്കരാശൻ, അയാൾ ചുവന്നാടിയാണ്, താടിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കൊണ്ടുവന്നിട്ട് ശരിയാവില്ലത്. അപ്പോൾ എൻ്റെ വേറെ ഒരാളുണ്ട്, എനിക്ക് വരാൻ പറ്റും, അയാൾക്ക് വരാൻ പറ്റുമെന്നല്ല. ഇപ്പോൾ കേരളത്തിലെത്തും ഒരു പ്രമുഖമായിട്ടുള്ളൊരു ആചാര്യനാണ്, ഒരു നല്ലൊരു വേഷക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനും വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലേക്ക് വരണം എന്നുള്ള കഥകളിയാണ്. അപ്പോൾ രുക്മിണിയമ്മയുടെ പേരൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആശാനെ അദ്ദേഹം അയച്ചതാണ്, അദ്ദേഹത്തിന് ബദലായിട്ട്, അമ്പപ്പണിക്കറിന് ബദലായിട്ട്. അപ്പോൾ ആശാനെ അയച്ച് ഇവിടെ വന്നിട്ട് ഒരു പഠിപ്പിക്കുന്ന രീതി മുമ്പ് അച്ഛൻ്റെ ആ സമ്പ്രദായം പ്രകാരം തന്നെ കുട്ടികൾ ചെയ്യണമെന്ന് ആഗ്രഹം അച്ഛന്. അത് പിന്നെ ഇപ്പോൾ അടിപിടിയോ അടിക്കാൻ പാടില്ല കലാക്ഷത്തിൽ നമുക്ക് പറഞ്ഞ് ഇത് ആശാന ദേഷ്യം അങ്ങനെ അല്ല. അതേപോലെ അതോടെ ഒത്തുപോയി. പിന്നെ കുട്ടികൾക്ക് ഭരതനാട്യം അച്ഛന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ രാമായണം ചെയ്യണ ഒരാഗ്രഹമുണ്ട്. 53 അങ്ങനെ ചെയ്യണ ഒരാഗ്രഹം. 53 അച്ഛനോട് രുക്മിണിയമ്മ പറഞ്ഞത് എനിക്ക് 2 കുട്ടികളെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരണം ആശാൻ. അത് എങ്ങനെയാണ് അവരെ ഒരു പിന്നെ അവരെ തിരിച്ചറിയണം, ഒരു നാട്ടിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റും, നന്നായിരിക്കണം കുട്ടികൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം അച്ഛനിങ്ങനെ തിരിഞ്ഞ് പിന്നീടാണ് നമ്മുടെ ബാലഗോപാലിൻ്റെ അച്ഛൻ, പിന്നെ അവിടുത്തെ വടക്കേ മലബാറിലെ എന്താ രസിക ശിരോമണി എന്നുള്ള ഒരാളായിരുന്നു. രസിക ശിരോമണി കോമൻ നായർ, രസിക ശിരോമണി. അദ്ദേഹത്തിന് അത് വളരെ രസികനായിരുന്നു, കോമഡിയിൽ ഭയങ്കരനായിരുന്നു, നാടകത്തിൽ. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് പറഞ്ഞ സമയത്ത് ആശാൻ എനിക്കൊരു മകനുണ്ട്, തരക്കേടില്ല, അയാൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ചെയ്യാൻ പറ്റും. കുറച്ച് ഇതായിരുന്നു, 1.5 കണ്ണ് പറയില്ലേ, ഈ മൂക്കിനിങ്ങനെ മൂക്കിരിങ്ങനെയുള്ള കുറച്ചുണ്ട്. പക്ഷെ അവനെ കണ്ട് നല്ലൊരു ഇതായിരുന്നു. ശരി, ഞാൻ അവിടെ കൊണ്ടിരിക്കുക പറഞ്ഞു. പിന്നീട് പയ്യന്നൂരിൽ വരുന്നത് ഒരു പൊതുവാൾ, രാമപൊതുവാൾ എന്ന് പറഞ്ഞ ധനഞ്ജയൻ്റെ അച്ഛൻ, സ്കൂൾ ടീച്ചർ, അച്ഛൻ രാമപൊതുവാൾ, അയാൾ സ്കൂൾ ടീച്ചറായിരുന്നു. നല്ല ഇതൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് 9 മക്കളുടെ പണിക്കരെ, എൻ്റെ മകനൊന്ന് കൂട്ടിക്കൊണ്ടുപോയി, തരക്കേടില്ല എന്ന് പറയാണ്. ഇതിപ്പോൾ ഞാൻ ഹിസ്റ്ററി പറയണേ. അപ്പോൾ ശരി, അവനെ കണ്ടാലും തരക്കേടില്ല. രണ്ടും ഏകദേശം കുറച്ച് നനഞ്ഞ ഹൈറ്റുണ്ട്, കുറച്ച് ഇതാണ്. 2 ആളെയും കൂട്ടിക്കൊണ്ടുവന്ന് പോകാൻ തെറി. അപ്പോഴാണ് അമ്മ പറയുന്നത്, നിങ്ങൾ വീട്ടിൽ ആൾക്കാരെ കുട്ടികളെ വെച്ചിട്ട് നാട്ടിലിങ്ങനെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് അതിന് എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല, നല്ല കുട്ടികളെ നോക്കും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇതില്ലേ പറഞ്ഞു. അതെനിക്കറിയില്ല, അവരെ കൂട്ടിക്കൊണ്ടുപോകാം, അതിനുശേഷം നോക്കാമെന്ന് പറയും. അങ്ങനെയാണ് അവർ വന്നത്. അതിനുശേഷം ആണ് ഞാൻ വരുന്നത്. 53 കഴിഞ്ഞ് അവർ 5 വർഷം കഴിഞ്ഞാൽ ഞാൻ വരുന്നത്. 58 ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ മെസ്സേജൊക്കെ കിട്ടി. ഞാനവിടുന്ന് പുറപ്പെട്ട് വന്ന് അന്ന് ജൂലൈ 25 എന്തോ മറ്റാണ് എനിക്ക് എൻ്റെ അച്ഛൻ, പിന്നെ ശാരദ ടീച്ചർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്, ആ ശ്രീ ഇല്ല ഇപ്പോഴും. അദ്ദേഹം അവനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നമ്മളത് നട്ടെല്ലെന്ന് പറയുന്നില്ല, ഈ നാട്യത്തിൻ്റെ സകല കലാവല്ലവിയാണ്. അത്ര ഒരു പഠിച്ച ഒരു മേധയാണ്, എല്ലാ ലാംഗ്വേജും അറിയാം. പിന്നെ ആ സ്ത്രീ പോലെ എൻ്റെ പ്രഥമ ഒരു ആചാര്യനായിട്ട് ഈ സംസ്കൃതം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ആ ഭാഷയോട് എനിക്കൊരു ഇഷ്ടം തൊടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും എങ്ങനെ ഒരു ആചാര്യൻ്റെ എങ്ങനെ ഇരിക്കേണ്ടെന്നുള്ള ആ ഗുണഗണങ്ങൾ. അയാൾ എന്നോട് അത്ര സ്നേഹം ഉള്ളൊരു മനുഷ്യനായിരുന്നു. എന്നെ ചന്ദ്രസുധ എന്നാണ് വിളിക്കുക. അയാൾ എൻ്റെ പേര് വിളിക്കില്ല, ചന്ദ്രസുധ വാടാ നല്ല വിളിക്കില്ല. അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് അറിയാം. അങ്ങനെ അയാൾ എനിക്ക് എത്രയോ സഹായിച്ചിട്ടുണ്ട് എൻ്റെ. ആ സമയത്ത് ഞാൻ ധനഞ്ജയൻ, ധനഞ്ജയേട്ടൻ, ബാലഗോപാലേട്ടൻ, കുഞ്ഞിരാമേട്ടൻ, 4 മലയാളികൾ. അതിനുശേഷം ഇവിടെ ഞാൻ പറഞ്ഞ ശങ്കർ ഗോപാൽ ഒരു കർണാടകത്തിലായിരുന്നു. പിന്നീട് ഒഡീസയിൽ നിന്ന്
ഒറീസയിൽ നിന്ന് ഇയാളെ പറഞ്ഞു മായാധരവത്ത്, ആ ആ കോഴിക്കോട് നിന്ന് ദയാനന്ദൻ, ആ അതിവിടെ കാണാൻ ഒരു ഫോട്ടോ ഉണ്ട്. അവരായിരുന്നു ആദ്യത്തെ അച്ഛൻ്റെ ശിഷ്യന്മാരായിട്ട്. അത് ശരി. അപ്പം അതിൽ മലയാളികളായിട്ട് മലയാളി എന്ന് പറയുന്നത് കുഞ്ഞിരാമൻ സാറേ ഉള്ളൂ, കുഞ്ഞിരാമൻ മാഷ്, എൻ്റെ അമ്മ പണിക്കരാശൻ. ആ ആ ബാക്കിയെല്ലാം കുറച്ച് ഇങ്ങനെ ഇതെല്ലാം. പക്ഷേ അച്ഛൻ്റെ ഭാഷയൊന്നും അറിയില്ല, എങ്കിലും ആർട്ടിന് കലയോട് അത്ര ഒരു മാറ്റാൻ അതൊരു വേലിയല്ല. നമ്മൾക്ക് ഭാഷയുണ്ടെങ്കിൽ ആംഗ്യ ഭാഷയല്ലേ നമുക്ക് മനസ്സിലായത്, ഇത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വന്ന് അന്ന് വിദ്യാരംഭം അവരുടെ സാന്നിധ്യത്തിൽ കഴിച്ച് പിന്നീട് തൊട്ട് അവിടെ നല്ല ജീവിതം ആരംഭിച്ചു. കാലത്ത് ഭരതനാട്യം എനിക്ക് കിട്ടിയത് കാലത്ത് 7:30 മണിക്ക് കർണാടക സംഗീതം പ്രാക്ടീസ്, ഒരു ടീച്ചർ 7:30 മണിക്ക് എത്തണം. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ കഥകളി എനിക്ക് അച്ഛൻ്റെ കൂടെ മാത്രം. പിന്നീട് 9:15 തൊട്ട് 11-12 മണി ഭരതനാട്യം. അത് സീനിയേഴ്സ് എല്ലാം ഞങ്ങളൊക്കെ ഉണ്ടാവും, ചൊല്ലിയാട്ടം. അന്ന് പരമേശ്വര മേനോൻ എന്ന് പറഞ്ഞിട്ട് ഭാഗവതരുണ്ടായിരുന്നു പാടാൻ വേണ്ടിയിട്ട്. ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. പാട്ട് പിന്നെ ചെണ്ടാമദ്രം ഇതെല്ലാം പുറത്ത് നമ്മൾ കൊണ്ടുവരണം. ഇങ്ങനെയാണ് അച്ഛനിങ്ങനെ അച്ഛൻ്റെ ഒരു രീതിയിൽ പാടിത്തീരും. പക്ഷേ സ്ട്രെയിനല്ലേ, ഇവിടെ ഭാഗവതർ പാടിക്കൊണ്ടിരിക്കും, പറഞ്ഞു കൊടുക്കും. അങ്ങനെ അച്ഛൻ്റെ ആ അഭ്യാസം അതേപോലെ തന്നെ നമ്മളിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അടിയുണ്ടാവും, തെറി പറയും, വേണമെന്ന് വെച്ചിട്ടില്ല. ഇപ്പം എന്നെ തന്നെ ഒരു മകനായി കണ്ടില്ല. ഭയങ്കര ശിക്ഷണം, ഭയങ്കരമായിരുന്നു, ദുർഘടമായിരുന്നു. ഒരു കാലത്ത് എനിക്ക് അടി കിട്ടി വീണ് ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ അമ്മയടുത്ത് കൊണ്ട് വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിച്ചിട്ട് പറയും, നീ ജനത്തിന് എല്ലാവരും മുമ്പിൽ അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് വയസ്സായി, ഇത് സാധാരണപ്പെട്ട ഒരു കലയല്ല, ഇതെല്ലാം എനിക്ക് ഞാൻ പറഞ്ഞു തരാം, ഇനി എത്രയോ വർഷങ്ങളാകും. അതില്ല, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എന്താണ് അതിൻ്റെ ബേസിക് വേണം, അത് ഞാൻ പറഞ്ഞ് തന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ എന്നോട് നീ അനുകരിക്കണം. അത് എന്താ പറയാൻ വേണ്ടി പാടില്ല, അടിക്കാൻ പാടില്ല. ഞാൻ വേണമെന്ന് വിചാരിച്ചു ചെയ്യല്ല, അടിക്കല്ല. ആ സമയത്ത് ചെയ്യാത്ത കാരണം എനിക്ക് ദേഷ്യം വരും. ഒന്ന് കിട്ടിയെങ്കിലും ചെയ്യില്ല. ഓരോ അടിക്കും എനിക്കറിയാം എന്തിനാണ് എനിക്ക് അടി കിട്ടിയിരിക്കുന്നത്, എന്തിനാണ് നുള്ളിയിരിക്കുന്നത്. ഇതൊക്കെ അടിയൊക്കെ കിട്ടിയാൽ ചെവിയൊക്കെ പിടിച്ച് ചകന്ന് പോകും, ചെമ്പരത്തി പോകില്ല. ശിക്ഷണം ഭയങ്കരമായിരുന്നു. അപ്പോൾ ഓരോന്നും നമ്മൾ കിട്ടിയത് ഇന്നും ഓർമ്മയുണ്ട്, അതിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുമാതിരി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വിദ്യ, അത് സാധാരണമായിട്ട് ഒരു മണിക്കൂറിലോ 2 മണിക്കൂറിലോ പറഞ്ഞു കൊടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അത് ചിട്ടയിൽ നിന്ന് മാറാൻ പാടില്ല. അതായിരുന്നു അച്ഛൻ്റെ. അവർക്ക് കിട്ടിയ ആ വിദ്യ എങ്ങനെയാണ് ഗുരുവിൽ നിന്ന് കിട്ടുക, അതേ പ്രകാരം തന്നെ അതിൽ നിന്ന് മാറാതെ കണ്ട്, ഒരു തുളി മാറാതെ കണ്ട് നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ അത് ആ കലയായി ഞാൻ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആ കല്ലടിക്കോടൻ സമ്പ്രദായം എന്ന് പറഞ്ഞ ഒരു കല നമ്മൾക്ക് അത്ര നമ്മളോട് ചേർന്ന് ഇന്നും നിൽക്കുന്നത് ഉള്ളത് വലിയൊരു കലാകാരനൊന്നും പറയാൻ പറ്റില്ല. അച്ഛനിടത്തോളം അടവുകളൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, കാൽസാധ്യതകളൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, നിറയെ വ്യത്യാസമുണ്ട്. ഈ ചൊല്ലുകൾ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ദിത്തത്ത അല്ലെങ്കിൽ കല്ലൊഴിച്ചിട്ടയിൽ ദിത്തത്ത എന്ന തകത തികുത എന്ന് പറഞ്ഞിട്ട് ധാരാളം സാധകങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ തീ തീ തെയ്യം തത്ത ധിക്കി തീ തെയ്യം തത്ത ധിത്തൈ ധിക്കി അവിടെ അതുപോലെ ധിത്തൈ ധിക്കി തൈ ധിത്തയിത്ത ധിത്ത ധിക്കി തത്തൈ, ഇത് ചൊല്ല്. അത് നമ്മളിപ്പോൾ ഷോർട്ടും ചെയ്യാൻ വേണ്ടി പഠിച്ചത്. ഇത്തി ഇത്ത ഇത്തിത്തിത്ത ഇത്തി ഇത്ത ഇത്തിത്തിത്ത 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 ധിത്ത തദ്ധിന്ദത്ത ധിത്ത ഇത്ത ധിത്ത ധികിതത്തി. ആ എല്ലാ അക്ഷരങ്ങളും നമ്മൾ അങ്ങനെ ക്ലിയറായി പ്രൊനൗൺസ് ചെയ്ത് കാണിച്ചാൽ ഉടുള്ളൂ, ചൊല്ലും മാത്രം എല്ലാം. അതേപോലെ അടവ് തന്നെ. അപ്പോൾ ഈ കല്ലടിക്കോടനും കപ്ലിങ്ങാടനും സാമ്യമുണ്ട് തോന്നുന്നുണ്ടായിട്ടുണ്ടോ? കഥകളി എല്ലാം ഒന്ന് നോക്കുമ്പോഴെല്ലാം വേഷവിധാനത്തിലും എല്ലാം ഒരു അതിലുണ്ട്. അത് ചെയ്യുന്ന ചില സമ്പ്രദായങ്ങൾ, ചില അടവുകളുണ്ട്, ചില ചുഴിപ്പുകൾ, ചില ഈ ദേഹചലനങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്, നല്ലതുണ്ട്. ഞാൻ ഒരു കാലത്ത് അത് നമ്മളെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക ഭദ്രദീപമാണ്. അത് ആ ദീപം നമ്മളൊരു കെടുതൽ പറയാൻ പാടില്ല. ഒരു വിധവിധമായിട്ട് ശാഖകളാണ്. ഇപ്പോൾ ഓരോ ആശാന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെ ആ സമ്പ്രദായമാണ്. അദ്ദേഹം ചെയ്യുന്നത് വ്യത്യാസമുണ്ട്, മറ്റവരെ ചുറ്റി പറഞ്ഞു കൊടുക്കുന്നത് അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരേ സമ്പ്രദായം തന്നെയാണ്.
അപ്പോൾ അത് ഇപ്പോൾ പത്മനാഭനാരാശൻ ചെയ്യുന്നത് അത് ഓരോ സംബന്ധം, രാമൂട്ടിയാശാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അത് കൃഷ്ണനാരാശൻ ചെയ്യുന്നത് വ്യത്യാസമുണ്ട് അതിൽ ഓരോ മുദ്രക്കും. അപ്പോൾ കൃഷ്ണനാരാശൻ എന്താ പറയുക, ജനാർദ്ദൻ എൻ്റെ മുദ്രയ്ക്ക് താമരയ്ക്ക് എപ്പോഴും വാസനയുണ്ട്, വാസനയുണ്ട് അത് കാണാം. അപ്പോൾ എല്ലാവരും അതുമാതിരി നോക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെത് ഞാൻ പറയാം, സധൈര്യം പറയാം, ആ താമരയ്ക്ക് ഞാൻ ചെല്ലിയിടുമ്പോൾ ആശാൻ പറഞ്ഞത് ചെയ്യണം, അത് എങ്ങനെ എടുക്കണം, താമര എങ്ങനെ വരണം, എത്ര സമയം എടുക്കണം, അത് കണ്ണെങ്ങനെ പോകണം, അതെല്ലാം എനിക്ക് ആശാൻ്റെ ആ കാലത്തെ ഒരു അനുഭവം, ഒരു ഇതിൽ ഗുരുകുല സമ്പ്രദായത്തെ എനിക്ക് കിട്ടിയതാണ്. അപ്പം അതിനെ കൊണ്ടത് പിന്നെ നിർത്താൻ പാടില്ല, അത് ഇങ്ങനെ പിടിക്കാനും പാടില്ല. അത് ആ താമരയുടെ പോലത്തെ, അത് നമ്മൾ താമരയെ തോന്നുന്നത്. ഞാൻ പറഞ്ഞു ആശാൻ അത് നമ്മൾക്ക് ഈ ജന്മത്തിൽ വരണം വരുത്തിക്കും. ആശാൻ എനിക്ക് പറഞ്ഞു തന്നില്ല, എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കണം. അത് എങ്ങനെ വന്നു എന്ന് നിങ്ങൾ നോക്കുക. അത് നല്ല സൂക്ഷ്മ ദൃഷ്ടിയോട് കൂടി തന്നെ ചെയ്യണം. അതിൽ വെറുതെ നിൽക്കാൻ പാടില്ല, കൈ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കണ്ണിനെ പോയിട്ട് അതിനെ എൻ്റെ വട്ട് കൊണ്ടുവരണം. ഇത് ചെറിയൊരു ഉദാഹരണം. മനസ്സിലായി. അച്ഛനെന്താ എന്നെ അടുത്തേക്ക് അയക്കുന്ന സ്കോളർഷിപ്പ് സമയത്ത് അച്ഛൻ ഇവിടുന്ന് പോയി. അപ്പോൾ കുഞ്ഞരാമനുണ്ടായിരുന്നു. കുഞ്ഞരാമൻ പറഞ്ഞു എൻ്റെ ജനാർദ്ദനെ അങ്ങോട്ട് അയക്കുന്നത് സ്കോളർഷിപ്പ് കിട്ടി, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞരാമ പഠിപ്പിക്കാൻ. പക്ഷേ എനിക്ക് എൻ്റെ പ്രഥമ ശിഷ്യനായ കൃഷ്ണനായരുടെ അടുത്ത് കുറച്ച് അവൻ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മയോട് സമ്മതം ചോദിച്ചിട്ട് 2 വർഷത്തേക്ക് ഞാൻ അങ്ങോട്ട് അയച്ചത്. അപ്പോൾ എനിക്ക് വേണ്ടി കാലത്ത് ആശാൻ 3:30 മണിക്ക് എണീക്കും, എന്നെ ഉണർത്തി എണീക്കുകയും ജനാർദ്ദനം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണ് സാധകമായിട്ടും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ സമ്പ്രദായങ്ങളൊക്കെ വളരെ എനിക്ക് ഇന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല, അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കണം ആ കണ്ണിൻ്റെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആശാൻ പറഞ്ഞതാണ് അയാളത് ചെയ്തത് കയ്യും കണ്ണും മനസ്സും എല്ലാം ഒന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ താമരയ്ക്ക് വാസന ഉണ്ടായിരുന്നത്. അതെന്നും താമര തന്നെ, വെള്ളത്തിൽ തന്നെയാണ്, അത് പിടിച്ചാൽ നിൽക്കില്ല ഇവിടെ. അപ്പോൾ അതിലെടുക്കുന്നത് അതിൻ്റെ കൊടുക്കുക, എത്ര ദൂരത്ത് പോകണം. ആശാൻ്റെ കാൽനഖത്തിന് ഞാൻ ഒന്നും അല്ല അത്, പക്ഷേ മനസ്സിലുണ്ട് നമ്മൾക്കത്. അത് തന്നിരിക്കും. സാധാരണപ്പെട്ട ഒരു കലയല്ല ഇത്. ഇത് നാട്യന്തൻ നാടകം ചെയ്യുക, പൂജ്യം പൂർവ്വകഥായുധം, പുരാണ കഥ അക്കാലത്തെ ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ഈ കഥകളി ഉണ്ടാക്കിയത്. അതാണ് ഇന്നത്തെ ലൗകികമായിട്ടുള്ള ഒരു ഇതല്ല, ഇത് സോഷ്യൽ ഡ്രാമ അല്ല. അതുകൊണ്ട് ജനങ്ങളെ നമ്മൾ ആകർഷിക്കാൻ വേണ്ടി മാത്രം ഒരു കലയല്ല അത്, നമ്മൾ അവരെ പഠിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ പൂർവികന്മാർ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു അതാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സാധാരണപ്പെട്ടതല്ല. അത് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എനിക്ക് അടി നല്ലോണം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ശിഷ്യന്മാർ എന്നെ പേടിച്ച് ഈ ഓവുണ്ടല്ലോ, അത് വെള്ളം പോകുന്ന ഇത് അതിനുള്ളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ കാശാകനെ പേടിച്ചിട്ടും പിന്നെ ഇതൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആ സമ്പ്രദായത്തിന് പഠിക്കണം, എങ്കിൽ മാത്രമേ ഈ കല നിങ്ങളെ മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതോടെ പോയി തീരുന്നത്. അത് കഠിനമായ ഒരു തപസ് തന്നെയാണത്. കഠിന തപസ്സാണ് ഒരു അധ്യയനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭ്യാസം. അങ്ങനെയായിരുന്നു അവർ വിചാരിച്ചത്. ഇപ്പോൾ ഈ 58 ഇവിടെ കലാക്ഷേത്രത്തിൽ വരുമ്പോൾ അന്ന് ഭരതനാട്യവും കഥകളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ മറ്റ് വയലിൻ, മൃദംഗം അങ്ങനെയുള്ളത് എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അമ്മ പ്രത്യേകിച്ച് ഞങ്ങൾ എന്തിനാ അധികവും ഈ നാടകത്തിന് വേണ്ടിയിട്ട്, നാടകത്തിന് വേണ്ടി അവർ ട്രെയിൻ ചെയ്യാണ്. അപ്പോൾ ഒരു 4:30 മണി കഴിഞ്ഞിട്ട് അടിച്ചാൽ പിന്നെ വാങ്ങുന്നത് രുക്മിണിയമ്മക്ക് ഈ രാമായണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾക്ക് എന്താ, അതുകൊണ്ട് കാലത്ത് 7:30 മണിക്ക് പാട്ട് സംഗീതം സാരി എല്ലാം പഠിക്കണം. 3 കാലം പാടുക, ഗീതങ്ങൾ പാടുക, വർണ്ണങ്ങൾ പാടുക, ഇതൊക്കെ MD രാമനാഥ് സാർ എനിക്ക് ശേഷം അയാൾ അയാളെ മുഖം നോക്കാൻ പാടില്ല നമ്മൾക്ക്, പക്ഷെ അയാളുടെ സംഗീതമാണ്. അപ്പോൾ അടുത്ത് രീതികളുടെ രാഗം പാടി തുടങ്ങി അത്ര ആൾക്കാരും ഓഡിയൻസും കരയേ ഉള്ളൂ. നന്നു വിടചിക വിളിച്ച രാമനാണ് അയാൾ വിളിക്കുകയാണ്. അയാൾക്ക് കണ്ണിൽ വരുമോ. ഇതാണ് നമ്മൾ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. അതില്ലെന്ന് വെച്ചാൽ മനസ്സ് അതിലില്ല, വേറെ വെച്ചാൽ വേറെ എവിടെയുള്ളൂ. എന്നാൽ അരങ്ങത്ത് പോകുന്ന പഴക്കം പാടില്ല. അത് അപ്പോൾ അരങ്ങെന്ന് പറഞ്ഞിട്ടാൽ അങ്ങോട്ടുള്ള വഴി നമ്മൾ ശുദ്ധീകരിച്ച് മാത്രമേ പോകാൻ വേണ്ടി പാടുള്ളൂ.
അപ്പോൾ ഈ കർണാടക സംഗീതം കഴിഞ്ഞാൽ കഥകളി കഴിഞ്ഞാൽ ഭരതനാട്യം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം നൃത്തം. ഞങ്ങൾ അച്ഛൻ്റെ ക്ലാസ് വന്നിട്ട് ഞങ്ങൾക്ക് 9:15 മുതൽ 12:15 വരെ പോകും. 1.5 മണിക്ക് ക്ലാസ് തിരിച്ചു വരണം. അപ്പോഴേ സാധാരണ ഭാഷകൾ തമിഴ്, തെലുങ്ക്, സംസ്കൃതം ഇതൊക്കെ പഠിക്കണം. അതിന് എല്ലാ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭാഷകൾ എന്തൊക്കെയാണ്? നമ്മൾക്ക് സംഗീതത്തിൽ സംസ്കൃതം വേണം, തെലുങ്ക് വേണം, തമിഴ് വേണം. ഈ ഭാഷകളൊക്കെ പഠിക്കണം. നമ്മൾക്ക് അത് അവർ കൃത്യം. ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പായിരുന്നു അന്ന്, ചെറിയൊരു കുടുംബം. ഇന്നത്തെ വളർന്ന കലാക്ഷേത്രമല്ല അത്, ചെറിയൊരു കുടുംബം. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുക, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് സൗകര്യം ഉണ്ടാക്കുക. അപ്പോൾ അത്രയും ഞങ്ങൾ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് ഒരു അമ്മ കോഴി അണച്ച് കിടക്കുന്നില്ലേ, അതേമാതിരിയാണ് ഞങ്ങൾ വളർത്തപ്പെട്ടത്, അമ്മ വളർത്തിയത്. അപ്പോൾ അതല്ലാതെ കണ്ട് നമ്മൾ പറയുന്നത് ഞങ്ങൾ അന്ന് ഞാൻ പറയും ഞങ്ങളൊക്കെ കിണറ്റ് തവളകളായിരുന്നു. ആ കിണറ്റിലെ വെള്ളം കുടിക്കുക, അതിന് ചുറ്റി വരിക. അതേപോലെ അത് ഒന്നേ കിട്ടിയിട്ട് ഒന്നും അറിയില്ല. അമ്മ അതായത് പറഞ്ഞേക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് മാത്രം ശ്രദ്ധിക്കുക. അതിനെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ പുറത്ത് പോയി പഠിക്കാൻ പാടുള്ളൂ. ഒന്നിനെ സ്ഥിരമായി മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക. അത് ഗുരുനാഥന്മാർ, അതിനുള്ള ആൾക്കാർ എല്ലാവരും വയസ്സ് വന്ന് പിന്നെ യുവാക്കളാരുമല്ല, എല്ലാം വാർദ്ധക്യം. 80 എൻ്റെ അച്ഛൻ വന്ന് 68 പിന്നെ 60 വയസ്സാണ് ആൾക്ക്. 48 വന്നു, അപ്പോഴാണ് 60 വയസ്സ് അച്ഛന്. അപ്പോൾ നല്ല അടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഈ ആയിരുന്നു അടിക്കാനൊക്കെ. അടി വേണമെന്ന് വിചാരിച്ചല്ല, പിടിച്ചാൽ അതൊരു പിടി പിന്നെ അവിടെ നിൽക്കില്ല, അത്രയായിരുന്നു. പറഞ്ഞു കൊടുക്കണം, അവരെ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു അവരുടെ ആഗ്രഹം. അതായിരുന്നു അമ്മയുടെ ഒരു ഇതും, നിങ്ങൾ കുട്ടികളെ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വളർത്തിയത്. ആ സമയത്ത് അപ്പോൾ രാമായണമാണ് നൃത്തനാടകമായിട്ട് ആദ്യം തുടങ്ങിയത്. അത് ആദ്യം കുമാർ സംഭവം. ഞങ്ങൾ വരുന്നതിന് മുമ്പിട്ട് ഈ ആൾക്ക് വെച്ചു കുമാർ സംഭവം. ഇത് പിന്നെ കാളിദാസൻ്റെ കുമാർ സംഭവം. അതിൽ അച്ഛൻ തന്നെ പിന്നെ ബ്രഹ്മാവായി നടിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അത് കഥകളി മുദ്ര തന്നെയാണ്. അച്ഛന് അമ്മയ്ക്ക് അത് വളരെ ഇഷ്ടമാണ്. കഥകളിയിലെ ആ കൈ നമ്മളിപ്പോൾ ഒരു മുദ്ര എടുക്കണമെന്ന് വെച്ചാൽ അതിനൊരു തുടക്കമുണ്ട്, അതിൻ്റെ എവിടെ അവസാനിക്കുന്നത് നമുക്കുണ്ട്. ഇപ്പം നമ്മളങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാൽ അത് എവിടെ നിന്ന് എടുക്കുന്ന വെച്ചാൽ അങ്ങനെയാവാം, എല്ലാത്തിനും. അപ്പോൾ അതൊരു ഭാഷയായിരിക്കുന്നത്. നമ്മുടെ വാചികാഭിനയമല്ല, ആഹാര്യാഭിനയവുമല്ല, ആംഗികാഭിനയം. അത് ഒരു ഭാഷയെ എന്ത് ചെയ്താലും നമ്മൾ അതിന് ആരംഭമാണ്. അത് എവിടെ നിന്ന് എടുക്കുന്നു, ഇതിനെടുക്കുന്നു. അത് കണ്ട് ആസ്വദിക്കണമെങ്കിൽ നല്ല കലാകാരനായിരിക്കണം, കലാരസികനായിരിക്കണം. ഈ രസികന്മാരൊക്കെ എങ്ങനെ ഒരു സ്വരം ഒരു മേൽപ്പഞ്ചവും പിടിച്ചിട്ട് ആഹാ എന്ന് പറയാൻ ആൾക്കാർ പെട്ടെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തന്നെ ഒരു മുദ്ര ഒന്ന് ചെയ്തിട്ടാൽ നന്നായിരിക്കും, ഗംഭീരമായിട്ട് നല്ല ഒരു കലാകാരനാണ് പറയണമെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ഏതാ ഒന്ന് അവരെ മനസ്സിൽ തൊടണമെന്നത്. എൻ്റെ മനസ്സും അവരെ മനസ്സിൽ തൊടണത്. ഞാൻ രുചിച്ചാൽ മാത്രമേ അവരെ നമ്മൾ രുചിക്കാൻ വെക്കാൻ കഴിയൂ. അതൊരു കലാകാരൻ്റെ കഴിവാണ്. അത് കൃഷ്ണദാസൻ പറയും. പിന്നെ നമ്മുടെ ശങ്കരൻകുട്ടി പണിക്കരാശൻ ഒരു വർഷം ഉണ്ടായിരുന്നു ഇവിടുന്ന്, ആരും ഇല്ലാത്ത സമയത്ത്. ഒരു വർഷം. എന്നെ വളരെ ഇഷ്ടമാണ്. കുറച്ച് കുടിക്കണം വൈകുന്നേരം ആകുമ്പോൾ, നീ ഒന്ന് മേടിച്ചുകൊണ്ടിരണം ജനാർദ്ദന പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ പറയും ഈ കൃഷ്ണൻ ഉണ്ടല്ലോ, പിന്നെ കലാമണ്ഡലം കൃഷ്ണൻ ഉണ്ടല്ലോ, ഒരു കാലത്ത് ഞങ്ങളുടെ സുബ്രതാരടുത്ത് അവിടെ എന്നെ കൈ പിടിച്ചു, കൃഷ്ണ ഇത് ഡ്രാമയാണ്, ജീവിതമല്ല ഇത് കേട്ടോ. അപ്പോൾ കൈ പിടിച്ച് വെച്ചാൽ എനിക്കൊക്കെ വലിക്കുമോ, ഞാൻ തച്ച് കളിയുന്ന ആശാൻ പറഞ്ഞു. ആശാൻ്റെ മൂക്കിൻ്റെ മുമ്പിലാണ് ദേഷ്യം എന്നൊക്കെ പറയും. പക്ഷേ എത്ര നല്ലൊരു കലാകാരൻ, അറിവുള്ള മനുഷ്യൻ, സംശയമൊന്നുമില്ല. ഞങ്ങളൊക്കെ പൊന്നുപോലെ നോക്കിയിരിക്കുന്നു. ആ കാലം എന്ന് നമുക്ക് എല്ലാവരും ഓരോ ആശാൻ്റെ കഴിവുകളും വ്യത്യാസമായിരുന്നു. അച്ഛൻ്റെത് വളരെ സ്ട്രിക്റ്റ്. ഇദ്ദേഹം വന്നിട്ട് കലാക്ഷേത്രത്തിൽ വന്നത് അയാൾക്കൊരു മഹാഭാഗ്യമായി തോന്നി. അപ്പോൾ ഞങ്ങൾ 2 ആൾ കാണുമ്പോൾ, മലയാളി കുട്ടികളെ കാണുമ്പോൾ ഇന്നും കുറച്ച് ഇതായിട്ട്. അപ്പോൾ രണ്ടാം ദിവസമൊക്കെ ചെയ്തിരുന്നു. ആശാൻ്റെ രണ്ടാമത് ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ഊർജിത എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. പറഞ്ഞത് ഇങ്ങനത്തെ ചെയ്യേണ്ടത് പറഞ്ഞു. അങ്ങനെ ചെയ്യണം, അത് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒക്കെ മനസ്സിൽ പുസ്തകം നോക്കി പഠിക്കുകയൊക്കെ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും വന്ന് വിസിറ്റായിട്ട് വന്ന കുറച്ച് സമയത്ത് മാത്രം മതി പറഞ്ഞാൽ, അപ്പോഴേ ഞാൻ ഒരു കാര്യം പറയും, എഴുത്ത് തന്നേക്കാം, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ അയാൾ പറഞ്ഞതിനനുസരിച്ച് നിന്നിട്ടില്ലെങ്കിൽ എതിർവാക്ക് പറയും. പക്ഷേ അയാളുടെ സ്വഭാവം അതാണ്. പക്ഷേ ഇത്ര വലിയൊരു ആചാര്യൻ, വലിയൊരു ആചാര്യൻ, നല്ലത്. അങ്ങനെ എല്ലാ ആചാര്യന്മാരുടെ കീഴിൽ. അപ്പോൾ ധനഞ്ജയൻ സാറും ബാലഗോപാലൻ സാറും ഒക്കെ അപ്പോൾ കഥകളിയാണോ ഡാൻസ് ആണോ പഠിച്ചിരുന്നത്? ഞങ്ങൾക്ക് എല്ലാതും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും. എൻ്റെ ഒരു 3 വർഷം അവർ സീനിയറാണ്. പക്ഷേ ഞങ്ങൾക്ക് അത് എല്ലാവരും ഞങ്ങൾക്ക് ജൂനിയർ സീനിയർ എന്നില്ല പഠിക്കുന്നത്. ഏകദേശം അക്കാലത്ത് തന്നെ അല്ലേ ഗോപിയാശാനും KG വാസുദേവനൊക്കെ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടാവും? തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ അത് അങ്ങനെ കേട്ടറിവുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കൃഷ്ണനാരാശനോട് പറയുന്നത് ജനാർദ്ദന എന്നെ അവിടെ ആശാനെടുത്ത് ജനാർദ്ദന എൻ്റെ മരണശേഷം പിന്നീട് ഞാൻ ഇത് പുറത്ത് പറയാനില്ല, ഗോപി എന്ന് ഒരാളുണ്ട്, ഗോപി ആയിരിക്കും ഇങ്ങനെയുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞത്. ഞാൻ കാറ്റാന്ന് ഞാൻ ചൊല്ലിയാടുന്ന സമയത്ത് ഗോപിയുണ്ട് എൻ്റെ ആ ശൈലിയിൽ പോകുന്നത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മറ്റുള്ള ആശാനെ പറ്റി ആശാന്മാരെ പറ്റി കുറ്റം പറയില്ല. എന്നോട് പറഞ്ഞതാണ്. എനിക്കറിയാം ആശാൻ്റെ പിന്നെ ലക്ഷ്മി വെച്ചിട്ട് മാധവി മന്ദിരത്തിൽ ഞങ്ങൾ ചൊല്ലിയാടുന്ന സമയത്ത് എപ്പോഴും പിന്നെ ഇവിടെ ആറേവേലിൽ കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ചൊല്ലിയാട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 മണി 2 മണിക്കൂർ ചെയ്യും. വളരെ ദേഷ്യം വരും ഇത് വെച്ചിട്ട്. എത്ര ഡാൻസ് ഡ്രാമകൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നറിയോ? അത് അക്കാലത്ത് ഉണ്ടായിരുന്ന ആശാന്മാർ പോയതിനു ശേഷം പിന്നെ ജനാർദ്ദൻ സാറാണല്ലോ കുറേ ഡാൻസ് ഡ്രാമ. അന്ന് കലാക്ഷേത്രം അമ്മ ഉണ്ടാക്കി വെച്ചത് 26 നൃത്തനാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓരോന്നും 2.5 മണി 3 മണിക്കൂറുള്ളതാണ്. 6 രാമായണം 6 ഭാഗമായിട്ട്, രാമായണം 6 ഭാഗമായിട്ട്. അത് ശരി. സീതാസ്വയംവരം, വനഗമനം, ഇത് പാതുകാവട്ടാഭിഷേകം, ശബരിമോക്ഷം, ചൂടാമണി, പട്ടാഭിഷേകം. പാട്ടുകൾ അതിൻ്റെ സംഗീതം വിട്ടത് മൈസൂർ വാസുദേവാചാര്യ. അത് ശരി. വാസുദേവയുടെ മഹാരാജാവിൻ്റെ കോർട്ടിൽ മിസ്സിച്ചാണ് അമ്മ വിളിച്ചു കൊണ്ടുവന്ന് വെച്ചത്. സംഗീതം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ പറയണം പറഞ്ഞത്. അപ്പോൾ അച്ഛൻ തന്നെയാണ് വസിഷ്ഠനായി സീതാസ്വാമി ചെയ്തതിന് കുട്ടി രാമലക്ഷ്മണന്മാർ അച്ഛൻ കൂട്ടി കൊന്ന അവരാണ്. അച്ഛൻ്റെ ശിഷ്യന്മാരാണ് ദശരഥനായിട്ടും. അപ്പോൾ ദശരഥനും വസിഷ്ഠൻ അച്ഛനും കുഞ്ഞിരാമനട്ടൻ പിന്നെ വിശ്വാമിത്രനായിട്ടും ഇതെല്ലാം അച്ഛൻ പറഞ്ഞു കൊടുത്താണ്. കഥകളി മുദ്രകളാണ്, പക്ഷേ ഭരതനാട്യ സമ്പ്രദായം ചുവടുകളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും നടക്കുന്ന നമ്മൾ കണ്ടിരുന്ന ഈ കഥകളി ശൈലി മോശം എന്നല്ല പറഞ്ഞത്. ഈ ഭരതനാട്യം ചേർന്ന് പോകില്ല. ഈ അച്ഛൻ്റെ ആ ശൈലി, ഈ കല്ലടിക്കോട് അച്ഛൻ ഉണ്ടാക്കിയ ശൈലി ഇതോടെ മാത്രം പോകുന്നു. അതിനെ വേർതിരിച്ച് പറയാൻ പറ്റില്ല. പുരുഷന്മാർ ചെയ്യുമ്പോൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് വീരരസത്തോട് കൂടിയിട്ട് അതായിരുന്നു. അത് അംഗശുദ്ധവും ദേഹത്തിനൊരു ബലവും ഒരു പെണ്ണ് ചെയ്യുന്ന പോലെ ഒരു അടവ് ചെയ്യാൻ പാടില്ല ആണുങ്ങൾ. ഇപ്പം തത്തൈതഹ തെയ്തഹ ദിത്തൈതഹ എന്ന് വെച്ചാൽ അപ്പോൾ തത്തൈ നമ്മൾ ചെയ്യാം. ഒരു മാലിൻലെസ്, ഒരു പുരുഷത്വം വേണതിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു കലാക്ഷേത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർ പുറത്ത് ചെയ്യുന്നത് അത് പെണ്ണുങ്ങളെങ്ങനെ ചെയ്യുന്നു? പെണ്ണുങ്ങളെ മാതിരി ഡ്രസ്സ് ചെയ്തിട്ട് പെണ്ണുങ്ങളെ ലിപ്സ്റ്റിക് ഇട്ട് ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നില്ലേ? എല്ലാവരെയും പറയില്ല, ചിലവർക്കൊക്കെ അങ്ങനെയാണ്. അത് ഇഷ്ടമാണ്. അത് പെണ്ണുങ്ങളെ മാതിരി നടക്കുക, പറയുക, ഭരതനാട്യം പഠിച്ച ആണോ അങ്ങനെയാണോ എന്നൊക്കെ ആണുങ്ങൾ ചെയ്ത് പറഞ്ഞ് നമ്മൾക്ക് എന്താ ചെയ്യുക? ഒരു നപുംസകത്തൊക്കെ ഞാൻ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വേണമെന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്താലും അത് ഭരതനാട്യം ഇതാണ് ലാസ്റ്റ് ടൈപ്പാണ്. പക്ഷേ അത് ലാസ്യമേ നമ്മൾ പറയണമെന്ന് ജീവിതത്തിൽ വേണമെന്നില്ല. അതൊരു കലയാണ്. ആ കല അരങ്ങത്ത് മാത്രം നമ്മൾ പ്രദാനം ചെയ്യാം. അല്ലാതെ കണ്ട് അതുമാതിരി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അത് അപ്പോൾ നമ്മൾ ആൾക്കാർ നമ്മൾ നോക്കി അവനെന്തൊരു മുട്ടാടാണെന്നറിയില്ലോ, അത് വേണമെന്നുണ്ട് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, അത് വേണ്ട. നിങ്ങൾ അപ്പോൾ കലാക്ഷേത്രത്തിൽ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ മാതിരി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന വ്യത്യാസമുണ്ട് എന്ന് പഴുത്തറിച്ചാൽ ഒരു അധ്യാപകന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അതാണ് ഇന്നത്തെ കലാക്ഷേത്രത്തിൽ. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത് ആ കഥകളി കല്ലടിക്കൊരു സമുദായം വേണം ഇന്ന് ജീവിക്കുന്നുണ്ട്. കലാക്ഷേത്ര നാട്യനാടകങ്ങൾ കൂടിയാണ്. അത് വേറിട്ട് പോയിട്ടില്ല. അതിൽ മുദ്രകളൊക്കെ അതിലുണ്ട് അർത്ഥം. ഈ കല്ലടിക്കോടൻ സമ്പ്രദായത്തിലുള്ള മുദ്രകളൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറയാം. മുദ്ര വ്യത്യാസം ചിലതൊക്കെ യൂസേജ് മാത്രം വ്യത്യാസം. ഇപ്പോൾ അച്ഛനെ ഇപ്പോൾ വസിഷ്ഠനെ ചെയ്ത് സംശ്രുത്യൈവം കരീഷ്യാമി അകുർവാണസ്യ രാഘവ സംശ്രുത്യൈവം കരീഷ്യാമി
അകുർവാണസ്യ രാഘവ ഇഷ്ടപൂർത്ത അബധോ ഭൂയാത് തസ്മാദ്രാമം വിസർജയ കൃതാസ്ത്രം അകൃതാസ്ത്രം വാ കൃതാസ്ത്രം അകൃതാസ്ത്രം വാ നൈനം ശക്ഷന്തി രാക്ഷസാഃ നൈനം ശക്ഷന്തി രാക്ഷസാഃ. കഥകളുടെ സംഗീതം സംസ്കൃതമാണ്. ഒരു വസിദ്ധം പറയുന്നത് ഇത് ഭരതനാട്യ സ്റ്റൈലിൽ എന്ന് പറയുമ്പോൾ ഭരതനാട്യ അല്ലെങ്കിൽ കഥകളി, ഇത് കഥകളി മുദ്രയാണ്. പക്ഷേ ആ ആ സമയം നോക്കുമ്പോൾ ഒരു ഭാഗത്ത് പെൺകുട്ടികൾ ഭരതനാട്യം ചെയ്യുന്നു, ഇത് പുരുഷന്മാർ ഇത് ചെയ്യുന്നു. പക്ഷെ ചേർന്ന് പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അതാണ് രുക്മിണിയുടെ ഒരു മഹിമ എന്ന ഉത്തരത്തിൽ. കലാശങ്ങളൊക്കെ അതിൽ ചേർക്കാറുണ്ടോ? നമ്മൾ ഈ കഥകളിയിലത്തെ കലാശങ്ങൾ അത് ചേർത്തില്ല. ഒരേ പക്ഷെ സാറ് അന്ന് ഇടക്കലാശങ്ങൾ വ്യത്യാസമുണ്ട്. ഉണ്ട്. അത് അപ്പോൾ അതൊന്നും രണ്ട് അവിടെ ഒരു തെയ്ന്ന് മാത്രമേ മാത്രം നാലെണ്ണത്. അത് കഴിഞ്ഞുകൊണ്ട് അടക്കങ്ങൾ കുറേ ഉണ്ട് നമ്മൾ. അതാ ഞാൻ പറഞ്ഞത്, ഈ അടക്കങ്ങൾ ചെയ്യുന്നത് അതേപോലെ ധിത്ത 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 ധിത തീ തീ തെയ്. ഇപ്പം നമ്മൾ ഇതേ തോടയത്തിൽ തന്നെ പുറപ്പാട് ചെയ്തില്ലേ, തക്കിട്ട് ദീൻ തെയ് ദീൻ തക്കിട്ട് ദീൻ തെയ് ദീൻ തക്കിട്ട് ദീൻ ധിത്ത 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 എന്ന് ആ പറയുന്നത്. ഇവിടെ ഞങ്ങൾക്കതില്ല, ആ ഇരിക്കുന്നതില്ല, വ്യത്യാസം. അങ്ങനെയല്ല ചില അടവുകളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ അഷ്ടകലാശത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൃഷ്ണനാരാശൻ അതില്ലല്ലോ ചെന്നാൾ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞതില്ല, അത് പിന്നീട് അച്ഛൻ ചേർത്തതാണ്. ഇപ്പോൾ എന്ത് തകത താ താ കിടത്തക്കിത്ത തക്കിട കിടത്തക്കിത്ത താ താ കിടത്തക്കിത്ത തക്കിട കിടത്തക്കിത്ത കിടത്തക്കിത്ത താ താ കിടത്തക്കിത്ത തക്കിട കിടത്തക്കിത്ത കിടത്തക്കിത്ത താ താ കിടത്തക്കിത്ത തക്കിട കിടത്തക്കിത്ത കിടത്തക്കിത്ത കുതി കുത്ത കൂട്ടൻ തക്കിട കിടത്തക്കിത്ത. അങ്ങനെ ചുറ്റി വന്നിട്ട് ബാക്കിയെല്ലാം സാധാരണ എല്ലാം തന്നെ. അപ്പോൾ ചുഴിപ്പിൽ വ്യത്യാസമുണ്ട്. നമ്മൾ തോം ആ ദേഹം വളഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. ശരീരം നല്ലോണം ഭൂമിയോടുകൂടി തോം തീം തക്ക തോം. ആ ഫിഗർ ഓഫ് 8 വരണം ദേഹം കൂടെ. അതേപോലെ തന്നെ അവിടുത്തെ തോം തീം തക്ക തോം. അത് വേഷം കെട്ടിയാലും ഇങ്ങനെ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ചെയ്യണം, എന്നിട്ട് വിടൂല. ശൗര്യഗുണം കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കിട്ടിയില്ല, അടി അവിടുന്ന് കിട്ടും. അത് എന്തുകൊണ്ട് വളഞ്ഞില്ല, വളയണം ചെയ്യണമല്ലോ, അത് വളയും. സാധാരണ അങ്ങനെയായിരുന്നു ആ സാധകം ക്ലാസ്സിൽ ചെയ്യിച്ചു തന്നെയാണ്. അത്രയും വളരും. നമ്മൾ ആരെ പിടിച്ചിട്ടാണ് ഇരിക്കണത്. നമ്മൾ സാധാരണ വേഷം പദമൊക്കെ കഴിച്ച് നിൽക്കും, നമ്മളിപ്പോൾ ഇങ്ങനെ സാധാരണ നിൽക്കുന്നില്ല. അച്ഛൻ ഒരു കാലത്തും വിടൂലത്. അവിടെയും നമ്മൾ മുട്ടുമടക്കി ഇരിക്കണം. അവിടെ ഒന്ന് ഈശ്വരൻ അങ്ങനെ ഇരിക്കുക. അത് ഇരിക്കാനുള്ള മുഖ്യ സ്ഥലം റൈറ്റ് സൈഡിലാണ്. ഇവിടെ ഇരുന്നാലും, കാരണം അങ്ങനെ നിൽക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല ഒരു കാലത്തും. ഇപ്പോൾ ചെയ്യുന്ന കൂടി തെറ്റിയെന്നല്ല, ക്ലാസ്സിൽ അങ്ങനെ ആയിരുന്നു. അതിന് മുഖ്യത്വം കൊടുക്കണം, നീ അവന് സമമല്ല, നിൽക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ എന്താ പറയുക, ഇപ്പോഴത്തെ വല്ല ആശം ചോദിക്കുവാറ് ചെയ്യും. അല്ല, ഞാൻ എനിക്ക് ഇടയ്ക്കൊന്ന് വേറൊരു ചോദ്യം ചോദിക്കാം. ഈ നടനം ഗോപാലകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ 70-75 കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പരിപാടിക്കായിട്ട് ഇവിടെ മദ്രാസിൽ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ കാലത്ത് നിങ്ങൾ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ട്. അയാളൊരു
തമിഴ്നാട്ടിലെ പ്രഗത്ഭനായ ഒരു നർത്തകനായിരുന്നു. എല്ലാവർക്കും ഹേമമാലിനിയൊക്കെ ഉണ്ട്. അതിനെ പറഞ്ഞിരിക്കുന്നത് അവരൊക്കെ ബന്ധപ്പെട്ട് ഈ സിനിമ നടികളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. ഹേമമാലിനിയുടെ പൂതരാമോഷത്തിന് ഞാനിവിടെ കൊട്ടാൻ വന്നിട്ടേ. അതെയാ? ഓക്കെ ഓക്കെ. അന്ന് ഈശ്വരവാര്യരായിരുന്നു മദ്ദളത്തിന്. ഓ അല്ലേ? അദ്ദേഹം പിന്നെ കലാക്ഷേത്രത്തിൽ വരുന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ നടനം ഗോപാലകൃഷ്ണൻ വിളിച്ചിട്ട് അന്ന് ഇവരുടെ ഈ പിന്നെ ഹേമമാലിനിയുടെ പൂതനാമോഷം കഥയ്ക്ക് പക്ഷെ ആള് കുറച്ച് സുമുഖനായിരുന്നു, കുറച്ച് ഇതൊക്കെ അതെ അതെ നല്ല നല്ല ഫിഗറുള്ള നല്ല ആളായിരുന്നു ഈ നടനം ഗോപാലകൃഷ്ണൻ. കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ശരി. അപ്പോൾ അയാൾ പിന്നെ അത് ശാസ്ത്രീയം എന്ന് പറയാൻ പറ്റില്ല, കല എന്ന് പറഞ്ഞാൽ ഒരളവിന് അത്രേ ഉള്ളൂ. പഠിച്ചിട്ട് ഇപ്പം ഭരതനാട്യം തന്നെ ഇപ്പം CTD ചെയ്യുന്നതും ഇപ്പോൾ കലാക്ഷേത്രത്തിൽ പഠിച്ച കുട്ടികൾ തന്നെ പുറത്ത് പോയി ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആ ശൈലിയിലേക്ക് മാറ്റുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ച ഒരു 10-12 വർഷം പഠിച്ചിട്ട് അതിനെ വ്യർത്ഥമാക്കി കളയുക, അത് ചെയ്യാൻ പാടില്ല. അതെ 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 അത് നമ്മൾ ഒന്ന് ഗുരുദ്രോഹമാണ്. ഇപ്പോൾ എത്ര കാലം സർവീസ് ഉണ്ടായി കലാക്ഷേത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ സാറ്? ഞാൻ ബുദ്ധിമുട്ടായിട്ട് ചോദിക്കില്ല. അങ്ങനല്ലേ ഇപ്പോൾ എത്രയോ കുട്ടികൾ. അപ്പോൾ 58 ഇവിടെ വന്നു. പഠിച്ചതിന് ശേഷം ഏത് കാലത്താണ്? ഞാൻ 62 എനിക്ക് പിന്നെ ഇത് എനിക്ക് ടീച്ചറായി കിട്ടിയത്. അപ്പോൾ 62 കോഴ്സ്, 61 62 കോഴ്സ് കഴിഞ്ഞത്. എനിക്ക് മാത്രം അച്ഛനുള്ള കാരണം എനിക്ക് ഇപ്പോൾ കൊടുക്കാൻ ആയില്ല, സമയമായില്ല, ഡിപ്ലോമ കൊടുക്കാനായില്ല. അത് അച്ഛന് സമയം എല്ലാ കുട്ടികളും കൊടുക്കാൻ ഇല്ല, പഠിക്കട്ടെ. ഇപ്പോൾ ഒന്നും അവനക്ക് ABC കൂടെ വന്നിട്ടില്ല പറഞ്ഞോട്. അപ്പോൾ നമ്മൾ കച്ചേരി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞതാണ് സാധനം ഭയങ്കരമാണ്. അല്ല ഇന്ന് അല്ല ഫോട്ടോ നോക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു എന്നെ ഒരു സിംഹത്തിൻ്റെ മാതിരി നോക്കാൻ പേടിയാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ ബന്ധം പഠിപ്പിക്കുന്ന സമയത്ത്. ആ 2 ഫോട്ടോവും അല്ല ഒന്നും കറുപ്പ് വെള്ളയും അച്ഛൻ്റെത്, മറ്റേത് എൻ്റെ ഭാര്യയുടെ അച്ഛനത്. അച്ഛൻ്റെ ഏറ്റവും സുഹൃത്തായിരുന്നു. എവിടെ കളി കണ്ടിച്ചാൽ അവിടെ പോകും. അതെ, അങ്ങനെ എന്നെ വേണം. ഈ പുരസ്കാരം വാങ്ങണത് പത്മശ്രീ പുരസ്കാരമാണോ? അല്ല, അവാർഡ്, നാഷണൽ അവാർഡ്. അതിനൊന്നും ഞാൻ അർഹനല്ല. ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. ഒരു ദിവസം വിളിച്ചു കിട്ടി പോയി. എത്ര അർഹതയില്ല എന്ന് പറയുന്നത് എന്താ? അച്ഛൻ പറയുന്നത് ചോദിക്കുന്നു. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ 58 ഇവിടെ വന്നു, 62 കോഴ്സ് പൂർത്തിയാക്കി. ഏത് കാലം മുതൽ കലാക്ഷേത്രത്തിലെ സ്ഥിരം അധ്യാപകനായി? കാലത്ത് പിന്നെ ഈ കഥകളിയോ അല്ലെങ്കിൽ നൃത്തവുമായിട്ട് മറ്റു അധ്യാപകർ അപ്പോൾ നമ്മൾ 62 എനിക്ക് സ്കോളർഷിപ്പ് പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആശാൻ്റെ അടുത്തേക്ക് പോയത്. 2 വർഷം കൃഷ്ണനാരായണൻ്റെ അടുത്ത് 2 വർഷം സ്കോളർഷിപ്പ് പഠിച്ചത് കൃഷ്ണനാരായണ. അതെവിടെയായിരുന്നു? തൃപ്പൂണിത്തുറയായിരുന്നോ അതോ കണ്ണൂരായിരുന്നോ? തൃപ്പൂണിത്തുറത്ത് മാധവമന്ദിരത്തിൽ ആശാൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ട്. അത് ശരി. അപ്പോൾ ആശാൻ ഭയങ്കര പശുക്കൾ കരഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അയാൾ ഒരു കുട്ടികളും ഉള്ളിൽ നിൽക്കില്ല. എന്തുകൊണ്ട് പശുക്കൾക്ക് എത്തിച്ചാൽ കൊടുത്തില്ല? ആശാൻ അത്ര പശുക്കളുടെ അത്ര ഇതാണ്, അവർ കരയുന്നത് കേൾക്കാൻ പാടില്ല. ഉള്ളിൽ കിടന്ന് ചെളി വിശന്ന് കരയാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കഥ ഇത് തട്ടുന്ന ഇതുണ്ട്, കഴി ഉണ്ടല്ലോ, അതെടുത്ത് അവർ പിന്നാടി പോകും, ദേഷ്യം വരും. ആദ്യം അവർക്ക് കൊടുക്കുക. ചില മനസ്സ് അത്രയും ഒരു എല്ലാവരോടും നല്ലൊരു എനിക്ക് ആശാൻ്റെ അടുത്ത് കിട്ടിയത് വളരെ ഞങ്ങളെ വരും ഒന്നിച്ച് കഴിക്കുന്നൊക്കെ പറയും. ആശാൻ കഴിച്ച് ഞാൻ കഴിക്കണം പറയില്ല. ആശാൻ്റെ കൂടെ കൃഷ്ണാരസൻ്റെ കൂടെ പോയി വേഷം കിട്ടല ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കളിക്ക് പോയി എനിക്ക് അവിടുത്തെ 2 പ്രാവശ്യം കിട്ടിയിരുന്നു. ഒന്ന് പിന്നെ നമ്മളെ എന്താ ഇവിടെ തിരുവല്ലയിൽ അവിടെ ഒരു ഹരിചന്ദ്ര ഇത് ശരി. അന്ന് ഇത് വസിഷ്ഠം കെട്ടാൻ ആളില്ല. ശരി. അപ്പോൾ ആശാൻ എന്നോട് പറഞ്ഞു, പീതാംബര നീ ആ ഇതൊന്ന് അവന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പീതാംബരൻ ഞങ്ങളൊക്കെ അപ്പു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു ചെയ്ത് പഠിക്കുന്ന സമയത്ത്. അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഒരു 2 മണിക്കൂറായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ ആശാന കൂടെ ചെയ്യുന്നത് എനിക്കറിയില്ല, ഇത് മാത്രം പറഞ്ഞു തന്നിരിക്കുന്നു. കള്ളും തലയിൽ വെച്ച് കൊടുത്ത് നടക്കുന്നതൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അത് ആശാനോടൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ ആശാന് ഏറ്റവും പിന്നെ വിഷമപ്പെട്ട തിരുവല്ലയിൽ തന്നെ പിന്നെ നാളെ 4-ാം ദിവസം. അപ്പോൾ ആശാന് നടുവേദന ഭയങ്കരമായിരുന്നു. ഞാനാണ് കൂടെ പോയിരുന്നത്. ഞാൻ കാണാൻ വേണ്ടി മുമ്പിൽ പോയിരിക്കുന്നത്. എങ്ങനെ പോകുന്ന വേദനയൊന്നും എനിക്കറിയില്ല.
അവിടുന്ന് വരുന്ന എല്ലാവരും ആശാനെ പോയി നോക്കുമ്പോഴേ എന്നോട് താൻ എവിടെയാണ് പോയിരിക്കുന്നത് അവിടെ എനിക്ക് വേദനയുടെ സഹിക്കാൻ കുറച്ച് ദേഷ്യം വിട്ടു. ഞാനില്ല, എൻ്റെ തെറ്റാണ് ഞാൻ, പക്ഷേ ആശാൻ ചെയ്യുന്നത് കണ്ട് അവിടെ മറന്ന് ഇരുന്ന് പോയി. അപ്പോൾ താൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നല്ലേ, എൻ്റെ കൂടെ വന്നതല്ലേ, എവിടെ വന്നിരുന്നു ഞാൻ ആശാനെ കളി കണ്ടുപോയി. കളിയാ മുഖ്യം, ഞാനാ മുഖ്യം, ആശാൻ തന്നെ മുഖ്യം. എല്ലാവരും പറഞ്ഞു ക്ഷമിക്കില്ല, അവനെ കുട്ടിയൊന്നും അറിയില്ല പറഞ്ഞു. ഇല്ല, അവനൊന്നും അറിയില്ല, അത് നോക്കണം, അറിയണം, പക്ഷേ എനിക്കിങ്ങനെ വന്നു പോയി എന്ത് ദേഷ്യത്തിൽ പറഞ്ഞു പോയി. പിന്നീട് പറഞ്ഞു തെറ്റിദ്ധരിക്കേണ്ട ജനാർദ്ദന, എനിക്ക് വേദന സഹിക്കുന്നില്ല പറഞ്ഞു. അത് കഴിച്ച് വേറെ എവിടെ വേഷത്തിന് പോകണം ഇത് വെച്ചിട്ട് അത് വിട്ട് ആശാൻ നേരെ വീട്ടിലേക്ക് തിരുപ്പണത്തിലേക്ക് അങ്ങനെ പോയി. വേറെ 1-2 അദ്ദേഹം തന്നെ നവരാത്രി സമയത്ത് അവിടെ തന്നെ തിരുവല്ലയിൽ തന്നെ 1-2 പ്രാവശ്യം കിട്ടിയിരുന്നു. പിന്നെ ഇത് നമ്മുടെ തോന്നിക്ക് പിന്നെ അവിടെ വെച്ചിട്ട് നമ്മുടെ അപ്പോൾ വാദ്യാർ കലാമണ്ഡലം കേശവൻ അവർ ഇത് ചെണ്ട പിന്നെ നമ്മുടെ ഒരു ടോളായിട്ട് പേര് ഇപ്പം മനസ്സിൽ ഇപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു. അവിടെ അല്ല, ചേർത്തല വയനാട് വയനാടമ്പലാണോ അല്ല, ഒരു പാണാവള്ളി. വളരെ ഉയരമുള്ളൊരു മനുഷ്യനാണ്, നല്ല സാത്വികനായിരുന്നു. തങ്കപ്പണിക്കരാശന അല്ലേ? തങ്കപ്പണിക്കർ ഇവരായിരുന്നു എനിക്ക് സപ്പോർട്ട്. ആശാനെ കൊണ്ടിരുന്നിട്ട് സാത്വികനാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പാട്ടിൽ ഞാൻ ചെയ്യണോ പേടിക്കേണ്ട, ഞാൻ പാടാൻ തയ്ക്കുള്ളൂ, ആശാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് വെച്ചാൽ ആശാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ നമ്മളെ നല്ലോണം സഹായിച്ചിട്ടുണ്ട് എല്ലാത്തിനും. ചെല്ലിയാട്ടത്തിനൊക്കെ നന്നായി ചെയ്യും. ഞാനൊന്നും കൊടുക്കണ്ട, ആശാൻ പറഞ്ഞു നീ ഒരു പൈസ ഒന്നും കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളൂ. അപ്പോൾ 2 വർഷം അവിടെ താമസിക്കലിനായിട്ടുള്ളത് അല്ലേ? വീട്ടിൽ തന്നെ. ശരി, എവിടെയും പോകില്ല. അച്ഛൻ ജയിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അവിടെ പോയില്ല. എപ്പോഴെങ്കിലും പോകും ഒരു ദിവസം. അച്ഛൻ ചോദിക്കും, പിന്നെ അച്ഛൻ ഗുരുനാഥൻ ചോദിച്ചിരുന്നു പറഞ്ഞു. ആശാൻ പറഞ്ഞ് പിന്നെ രാവണൻ വന്നിരുന്ന ശ്ലോകം ഏത് വർഷമാണോ മരിച്ചത്? 63-ലാണ് അല്ലേ? അതിലെല്ലാം എല്ലാം ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ കലാമണ്ഡലത്തിൽ കേട്ടിട്ടുണ്ട്. ഞാനും പിന്നെ ആശാനും കൂടിയിട്ട് രാമകുട്ടിയാശാൻ പറഞ്ഞ എൻ്റെ ഇതായിരുന്നു അവിടെ. പിന്നെ 77 ഞങ്ങൾ പോയിരുന്നു അവിടെ, പിന്നെ വള്ളത്തോളിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് രുക്മിണി ദേവി പിന്നെ നമ്മുടെ പോയിട്ട് ചീഫ് മിനിസ്റ്റർ മുമ്പത്തെ അച്യുതനൻ പിന്നെ തകഴി ആശാൻ, ഗോപിനാഥൻ അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശ്രീരാമനായിരുന്നു വനഗമനത്തിൽ രാമായണം അത് ചെയ്യണം. ഞങ്ങളൊക്കെ പോയിരുന്നു, ശങ്കരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ കഴിയാൻ വേണ്ടിയിട്ട് 11:30 മണി ഇങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും പറഞ്ഞു ഒരു കഥകളി നിങ്ങളെ ചന്തുപണിക്കര മകൻ ഉണ്ട് പറഞ്ഞു, അവനെ കൊണ്ടൊരു കഥകളി ചെയ്തോളൂ പറഞ്ഞു. എന്നോട് അമ്മ രുക്മിണി പറഞ്ഞു എഴുതുമാതിരി കഥകളി ഏതോ പറഞ്ഞോളാണ്. രാമകുട്ടിയാശാൻ പറഞ്ഞു എനിക്ക് വേഷം എല്ലാം பார்த்தாச்சு, എല്ലാം കത്തി പച്ച എല്ലാം നിറയെ பார்த்தாச்சு, എനിക്ക് சொல்ல വേണ്ടിയതെന്ന് അതോട് ആശാൻ്റെ ഗുരുനാഥൻ്റെ ചന്തുപണിക്കർ ആശാൻ്റെ ആ ശൈലിയിൽ ഒരു ആശാരി കണ്ടാൽ തരക്കേടില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. അത് കേട്ടോണ്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും പോയി. അച്ഛൻ 2 പ്രാവശ്യം ചെയ്തിരിച്ചു. അത് ചെറിയ ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രമണ്ണാരുടെ ആശൻ ഇത് പിന്നെ ചെണ്ട, ഗംഗാധരനാശൻ പിന്നെ പാട്ട് ഇങ്ങനെയൊക്കെ വന്നു. ഇതിലും ശരി ഇങ്ങനെ ഞാൻ നോക്കിക്കൊള്ളു, എനിക്ക് അത്ര ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് വന്നിരുന്നിട്ട് പിന്നെ എങ്ങനെയോ എല്ലാം ഒപ്പിച്ച് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ എങ്ങനെയോ പോയത് എനിക്കറിയില്ല. അത് കെട്ടി ചെയ്തു. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് വന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു ഒരു രാമൻ ചെയ്ത ഒരു കുട്ടി വന്നിട്ട് ഒരു ആശാരിയായി ചെയ്തിരുന്നു, ആ തുപ്പ് അത്ര വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ചെറിയൊരു കുട്ടിയല്ലേ നേരത്തെ, എനിക്ക് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അത്ര പറയാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം പറഞ്ഞു കൂത്തമ്പലത്തിൽ വെച്ചിട്ട് ചെറിയ മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കലാക്ഷേത്രത്തെ പറ്റി നന്നായി പറഞ്ഞു. ശങ്കരവൻ സൂറ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തകഴി പറഞ്ഞ ഒരു എന്ന് വെച്ചാൽ
ഈ അനുമാനം വന്നിട്ട് സാധാരണപ്പെട്ട ഈ കുരങ്ങല്ല, സാധാരണ കുരങ്ങല്ല. എല്ലാവരും ഈ ചന്തി ചൊറിയുക, തോട് ചൊറിയുക ഇതൊന്നുമല്ല. അത് ഒരു ദിവ്യനാണ്. ആ ദിവ്യത്വം മറന്ന് ചെയ്യേണ്ട. രാമുട്ടി താനൊക്കെ ചെയ്യുന്നത് ഇല്ല. അത് കുറച്ച് കാണികൾ നമ്മൾ അധികം ചെയ്യാൻ പാടില്ല. ഇത് എനിക്ക് ആശാനെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം അയാളെ പറഞ്ഞത് ശരി ഇത് പറഞ്ഞതാണ്. പറഞ്ഞു ശരി നല്ലത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയും, ഈ ഹനുമാനം കുരങ്ങനെ ചാടുക വെറും കുരങ്ങൻ മാത്രമൊന്നുമല്ല, മറ്റുള്ള കുരങ്ങന്മാരിൽ നിന്ന് അയാൾ വലിയൊരു ദൈവികത്വം പോകേണ്ട ഒരു മനുഷ്യന് ഒരു ജീവനാണ്. അപ്പോൾ അയാളെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കഥകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ആ ശൈലികൾ വിട്ടിട്ട് നമ്മൾ ദിവ്യത്വം മാത്രം എടുക്കുക, നല്ലത് മാത്രം എടുക്കുക.